നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 42ാമത്തെ ക്ലാസ്സിലേക്കാണ് ഡിസംബർ മാസം 2025 3-ാം തീയതി നാം പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 41 ക്ലാസ്സുകളിലായി പുസ്തക പഠന പരമ്പര നടത്തുവാൻ കർത്താവ് സഹായിച്ചു. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മേലാൽ സംഭവിക്കാനുള്ള അതിമഹത്തായ സംഭവത്തിൽ കർത്താവിൻ്റെ സഭ എടുക്കപ്പെട്ട ശേഷമായി ഉൾപ്രാവണാനന്തര സഭ എടുക്കപ്പെടുന്ന സഭ എവിടെ എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാം അധ്യായത്തിൻ്റെ പ്രതിപാദ്യ വിഷയം എടുക്കപ്പെടുന്ന സഭയെ അവിടെ ആലങ്കാരികമായ ഭാഷയിൽ 24 മൂപ്പന്മാരോടും 4 ജീവികളോടും 7 ദീപങ്ങളോടുമുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തി പിതാവാം ദൈവത്തെയും പരിശുദ്ധാത്മാവിൻ്റെയും സാന്നിധ്യത്തിൽ എടുക്കപ്പെടുന്ന സഭ, മൂപ്പന്മാർ, 4 ജീവികൾ ചേർന്ന് പിതാവാം ദൈവത്തെ നമസ്കരിക്കുന്നതിനെയാണ് 4-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് എടുക്കപ്പെടുന്ന സഭ സ്വർഗത്തിൽ ദൈവിക തൃത്വത്തോടുള്ള ബന്ധത്തിൽ അത് 24 മൂപ്പന്മാർ എന്നുള്ളത് അധികാരത്തോടുള്ള ബന്ധത്തിൽ സിംഹാസനത്തെയും പിതാവാം ദൈവത്തോടും ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിനോടുള്ള ബന്ധത്തിലാണ് 4 ജീവികൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. തേജസ്സിനോടുള്ള ബന്ധത്തിലാണ് 7 ദീപങ്ങൾ അഥവാ 7 ആത്മാക്കളുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തി. സമ്പൂർണ്ണനായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ തേജസ്സേറിയിരിക്കുന്ന തേജസ്സിൻ്റെ അതിമഹത്തായ തേജസ് പ്രാപിക്കുന്ന മണവാട്ടി സഭ, ആദിജാതന്മാരുടെ സഭ അധികാരത്തോടും ശുശ്രൂഷയോടും തേജസ്സിനോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിൽ കാണപ്പെടുന്നു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചത്. ഇവിടുന്ന് പുറപ്പെടുന്നത് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നത് ദൈവത്തിൻ്റെ ആജ്ഞകൾ സകല സൃഷ്ടിയിലേക്കും അത് നിരന്തരമായി ദൈവാജ്ഞകൾ പുറപ്പെടുന്നതിനെ കാണിക്കുന്നത്. അപ്പോൾ ആ ദൈവിക ആജ്ഞകൾ പുറപ്പെടുന്ന അത് അവിടെ സ്ഥലത്ത് അതിൻ്റെ ആ ഉത്ഭവസ്ഥാനത്തിലേക്ക് സൃഷ്ടികളിൽ നിന്ന് ജയാളികളാകുന്ന ആദിജാതന്മാരുടെ സഭ അവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതും നാം ചിന്തിപ്പാനായിട്ട് നമ്മൾ ചിന്തിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് സീനാപർവ്വതത്തിൽ അടുക്കരുതെന്നുള്ള വ്യവസ്ഥയായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ കൃപാസനത്തേക്ക് അടുത്ത് വരുവാൻ നമുക്ക് യോഗ്യത ലഭിച്ചു. എന്നാൽ സാക്ഷാൽ കൃപാസനമായിരിക്കുന്ന പിതാവിൻ്റെ സിംഹാസനത്തിന് അടുത്തേക്ക് നാം പ്രവേശിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നാം വിശ്വാസ കണ്ണാലാണ് നാം പ്രാർത്ഥിക്കുന്നത്. നാം വിശ്വാസത്താൽ നാം പ്രാർത്ഥിക്കുകയാണ്. കൃപാസന അടുത്തില്ല എന്ന് പറയുമ്പോൾ ആത്മാവിൽ നാം ദർശിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ദൈവസഭ എടുക്കപ്പെട്ട ശേഷമായി അത് അക്ഷരികമായി അത് നിവൃത്തിയിരിക്കപ്പെടുന്ന സംഭവമാണ് 4-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് നാം ഇതേക്കുറിച്ച് നാം വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തത്സമയത്തുള്ള സഹായം ലഭിക്കാനായി കൃപാസനത്തേക്ക് അടുത്തേക്ക് ധൈര്യപൂർവ്വം ചെല്ലുക എന്ന എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വചനപ്രകാരം നാം ഇന്ന് പ്രാർത്ഥനയിൽ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമ്മുടെ ആരാധനയിലൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വിശ്വാസത്താൽ നാം കടന്നു ചെല്ലാറുണ്ട്. എന്നാൽ അത് നമ്മുടെ ശരീരം കൊണ്ട് അവിടേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. നമുക്ക് ആത്മാവിലുള്ള പ്രവേശനമാണ്. ഇപ്പോൾ ആത്മാവിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്ന ഒരു പ്രവേശനമാണുള്ളത്. എന്നാൽ ദൈവം നമ്മുടെ മർത്യ ശരീരങ്ങളെ മാറ്റിയിട്ട് അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് നമ്മെ സദൃശപ്പെടുത്തി രൂപാന്തരപ്പെടുത്തി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പും കൂടി കഴിയുമ്പോഴാണ് നാം ദൈവിക സിംഹാസനത്തിൻ്റെ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക മാത്രമല്ല സിംഹാസനിരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ച് അത് സംഭവിക്കുന്നതിനെക്കുറിച്ചുള്ള മർമ്മപ്രധാനമായ വെളിപ്പെടുത്തലാണ് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. അപ്പോൾ ഇവിടെ ഇത് വായിച്ചപ്പോൾ സ്വർഗീയ സിംഹാസനിരിക്കുന്ന പിതാവാം ദൈവത്തെക്കുറിച്ചും അതിനോട് അനുബന്ധമായ 24 മൂപ്പന്മാർ ആരാണെന്നുള്ളത് 4 ജീവികൾ ആരാണെന്നുള്ളത് നമ്മൾ 7 ദൈവങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. ഇന്ന് തുടർമാനമായി നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് 8 മുതലുള്ള വാക്യങ്ങളാണ്. 8 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിക്കുന്ന 4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവന് ആയി സിംഹാസനത്തിലിരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നതിൻ്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു.
കർത്താവെ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം കേതുവാൻ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലിടും. അപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു സ്വർഗീയ ആരാധന അവിടെ വെളിപ്പെടുകയാണ്. വാസ്തവത്തിൽ ഇപ്പോൾ പിതാവും പുത്രനും സ്വർഗാസ്വർഗത്തിലും പരിശുദ്ധാത്മാവ് ഭൂമിയിലുമാണ് പ്രവർത്തനമായിരിക്കുന്നത്. അപ്പോൾ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും എന്നൊക്കെ ഇവിടെ പറയുന്ന ഭാഗങ്ങൾ കാണുമ്പോൾ ഇത് അത് വാസ്തവത്തിൽ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നെന്ന് പറയുമ്പോൾ ഇരിക്കുന്ന സ്വർഗീയ പിതാവ് ഇരിക്കുന്നു, അവൻ ഇരിക്കുന്നവനാണ്. ഇരുന്നവൻ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഭൂമിയിലാണ്, അവൻ ഇരുന്നവനാണ്. വരുന്നവൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടുത്തെ പറയുമ്പോൾ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നെന്ന് പറയുമ്പോൾ ദൈവിക തൃത്വം സമ്പൂർണമായി സ്വർഗാസ്വർഗത്തിൽ വെളിപ്പെടുകയാണ്. അപ്പോൾ നമുക്കറിയാം, സ്വർഗത്തിന് സംഭവിച്ച പ്രധാന മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് സൂചിപ്പിക്കാൻ ഇടയായിട്ടുണ്ട്. 2000 വർഷം മുമ്പാണ് കർത്താവ് യേശുക്രിസ്തു ആ മഹിമ തൻ്റെ പിതാവിൻ്റെ മഹിമാസന്നിധി വിട്ട് ലോകത്തിലേക്ക്. അപ്പോൾ പിതാവും പരിശുദ്ധാത്മാവുമാണ് സ്വർഗത്തിലായിരുന്നത്, പുത്രനായിരിക്കുന്ന യേശുക്രിസ്തു ലോകത്തിലായിരുന്നു, വചനവാൻ ദൈവം ലോകത്തിലായിരുന്നു. യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷമായി അവിടെ 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്ത് എത്തിയ ശേഷമായി 10 ദിവസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവാൻ ദൈവത്തെ ഭൂമിയിലേക്ക് അയച്ചു. ഭൂമിയിൽ കർത്താവിൻ്റെ ആത്മാവ് ജീവിതങ്ങളെ 1-ാം നൂറ്റാണ്ട് മുതൽ രൂപപ്പെടുത്തിയെടുത്തുകൊണ്ട് ദൈവസഭ പണിയപ്പെട്ട് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നയിക്കപ്പെട്ട് കഴിയുമ്പോൾ അതിൽ ആദിജാതന്മാരായവരുടെ എണ്ണം തികയുമ്പോഴാണ് ഈ പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടിയാണോ ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം പദ്ധതിയിട്ട പദ്ധതിയുടെ പ്രാരംഭ ചിന്തയായിരുന്ന, അല്ലെങ്കിൽ പ്രാരംഭ ഉദ്ദേശമായിരുന്ന മന്ദിരമായിരിക്കുന്ന, അവൻ്റെ ഭവനമായിരിക്കുന്ന കല്ലുകളെയും കൊണ്ട് സ്വർഗാസ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്വർഗാസ്വർഗത്തിലാണ്. എന്നാൽ ഇവിടെ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നില്ല. 4-ാം അധ്യായത്തിൽ പിതാവാം ദൈവത്തെയും പരിശുദ്ധാത്മാവാകുന്ന പളുങ്കുകളിലൊത്ത നദിയും 7 ആത്മാക്കളുടെ ബന്ധത്തിൽ പരിശുദ്ധമായി വെളിപ്പെടുത്തിയിട്ട് 7 ദീപങ്ങളുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ പിതാവാം ദൈവത്തെ 24 മൂപ്പന്മാരും 4 ജീവികളും ചേർന്ന് ആരാധിക്കുന്നതാണ് 4-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. എന്നാൽ 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അവിടെ പ്രത്യക്ഷപ്പെടാതിരിക്കുന്ന ക്രിസ്തുവിനെ പ്രത്യക്ഷപ്പെടുത്തുന്നത്. വീണ്ടും ക്രിസ്തു യേശുവിൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തുന്നവരെയും അവിടെ യേശുവിനെ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ 4-ാം അധ്യായത്തിൽ പിതാവാം ദൈവത്തെയും പരിശുദ്ധാത്മാവാം ദൈവത്തെയും 24 മൂപ്പന്മാരെയും 4 ജീവികളെയും എണ്ണമറ്റ സാറാഫുകളെയുമാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സാറാഫുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലായി. സാറാഫുകൾ എന്ന് പറയുമ്പോൾ അത് ആരാധിക്കുന്നവരാണ്. യെശയ്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ പ്രകാരം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നു. സാറാഫുകൾ അതിൽ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ഒരുവനോടൊരുവൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറയുന്നത് അവിടെ എണ്ണം അവിടെ പറയാതെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അനേകായിരം സാറാഫുകൾ ദൈവത്തെ പാദം മൂടി കണ്ണുമൂടി പറന്നുകൊണ്ട് ആരാധിക്കുന്നതെക്കുറിച്ച് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതാണ് പഴയ നിയമത്തിൽ കണ്ടത്. അപ്പോൾ ആ ആരാധനയാണ് ദൈവസഭ എടുക്കപ്പെടുന്നവരെയും സ്വർഗാസ്വർഗത്തിലുള്ളത്. എന്നാൽ ഈ ദൈവസഭ ആരാധിക്കുവാൻ വേണ്ടി എവിടെയാണോ നാം എത്തേണ്ടത്, നമുക്ക് അവിടേക്ക് എത്തിച്ചേർന്ന് കഴിയുമ്പോൾ സാറാഫുകൾ ദൈവീയ സിംഹാസനത്തിന് മുമ്പിൽ നിന്ന് മാറുകയും അവിടേക്ക് ആദിജാതന്മാരുടെ സഭ സിംഹാസനിരിക്കുകയും, അതുപോലെ തൈജസ്സിനുള്ള ബന്ധത്തിലും ആരാധനയുള്ള ബന്ധത്തിൽ 4 ജീവികൾ ആ സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന സൃഷ്ടികളിൽ ആദിജാതന്മാരായിരിക്കുന്നവർക്ക് ലഭിക്കുന്ന തേജസ് കൊണ്ട് മാത്രം അവർക്ക് മാത്രമേ ദൈവത്തെ കാണാൻ കഴിയത്തുള്ളൂ. അദൃശ്യനായിരിക്കുന്ന ദൈവത്തെ, അല്ലെങ്കിൽ ആത്മാവാൻ ദൈവത്തെ, അടുത്തുകൂടാത്ത തേജസ് വസിക്കുന്ന ദൈവത്തെ ആർക്കും കാണാൻ കഴിയത്തില്ല. ഇന്നുവരെ ആരും കണ്ടിട്ടില്ല. എന്നാൽ ഇത് കാണാനുള്ള ഭാഗ്യം ലഭിക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന. അകത്തും ചുറ്റിലും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. തേജസ്സിനുള്ള ബന്ധത്തിൽ ചുറ്റും കാണത്തക്കവണ്ണം, മുഴുവനും കാണത്തക്കവണ്ണം, സമ്പൂർണ്ണമായിരിക്കും ദൈവത്തെ, സ്വർഗാസ്വർഗത്തെ മുഴുവനും വീക്ഷിക്കത്തക്കവണ്ണമുള്ള ആ പദവി, അല്ലെങ്കിൽ അതിലേക്ക് രൂപാന്തരപ്പെടുന്ന ദൈവസഭയ്ക്ക് മാത്രമേ ആ ഒരു പദവിയിലേക്ക് എത്താൻ കഴിയുന്നുള്ളൂ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, മനസ്സിലാകുന്നത്. അപ്പോൾ ദൈവസഭ എടുക്കപ്പെടുന്ന നമുക്ക് വരാൻ പോകുന്ന മാറ്റം എത്ര വലുതാണ്
എന്നുള്ളത് വളരെയധികം നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപക്ഷെ കരഞ്ഞും നിലവിളിച്ചും ബുദ്ധിമുട്ടിയും തലവേദന എടുത്തും കാലുവേദന എടുത്തും ഒക്കെ ആയിരിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ഇരുന്നും കിടന്നും ഒക്കെയാണ് പ്രാർത്ഥിക്കുന്നത്, എനിക്കറിയാം. കാരണം ശരീരം ബലഹീനമാണ്. ആത്മാവ് പലപ്പോഴും നമുക്ക് പ്രചോദനം നൽകുമെങ്കിലും നമ്മുടെ ശരീരം പലപ്പോഴും അതിന് അനുവദിക്കത്തില്ല. അതിന് പല രോഗങ്ങളും പല വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് വേണ്ടതുപോലെ ആരാധിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ കഴിയത്തില്ല. അതുകൊണ്ട് കർത്താവ് ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമെന്ന് പറയുന്നത്. ജഡത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുറേ സമയം ഇരിക്കാൻ കഴിയത്തില്ല, കുറേ സമയം നമുക്ക് നിൽക്കാൻ കഴിയത്തില്ല, മുട്ടുകുത്തി നിൽക്കാൻ കഴിയത്തില്ല, നമുക്കെല്ലാം ശബ്ദമെടുക്കാൻ കഴിയുന്നത്, എല്ലാത്തിനും പരിമിതിയുണ്ട്. എന്നാൽ പരിമിതികളെല്ലാം നാം അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തെ നാം സ്നേഹത്തിൽ ആരാധിക്കുമ്പോൾ സ്വർഗം ഇതെല്ലാം കാണുന്നുണ്ട്. ഇവിടെ ഈ ഭൂമിയിൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി നാം കാണിക്കുന്ന ആഗ്രഹവും ആ വ്യഗ്രതയും ആ താല്പര്യത്തെയും സ്വർഗം കാണുന്നുണ്ട്. അത് ഒരു ദിവസം ഈ ബലഹീനരെല്ലാം മാറി തികഞ്ഞവരായി നാം സ്വർഗത്തിൽ ചെന്ന് നമ്മുടെ കർത്താവിൻ്റെ പൊന്മുഖം കണ്ട് അവനെ നാം മഹത്വപ്പെടുത്തും, അവനെ ആരാധിക്കും. അപ്പോൾ ഇവിടെ ആരെല്ലാം ശ്രമിച്ചാലും ആരാധന നിർത്തിക്കളയാൻ കഴിയത്തില്ല. ഇപ്പം നമ്മളിവിടുന്ന് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാക്കൾ പരദീസയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും. ആത്മാക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. എന്നാൽ ശരീരത്തിന് വീണ്ടെടുപ്പോട് കൂടി നാം തിരശ്ശീലയ്ക്കകത്തേക്ക് പ്രവേശിക്കും. അഥവാ സ്ഥലത്തേക്ക് പ്രവേശിച്ചുള്ള ആ സന്ദർഭത്തെയാണ് 4-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം 4-ാം അധ്യായത്തിൽ നാം അതിവിശുദ്ധ സ്ഥലത്തേക്ക് നാം പ്രവേശിക്കും. പ്രാകാരമാകുന്ന ഭൂമിയിൽ നിന്ന് നാം മരണാനന്തരം മാറ്റപ്പെട്ടാൽ നാം വിശുദ്ധ സ്ഥലമായിരിക്കുന്ന സ്വർഗത്തിൽ പോയി നാം വിശ്രമിക്കും. എന്നാൽ അതിനുശേഷമായി നാം നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പ് കഴിയുമ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്നുള്ളതും നമുക്കിതിനുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇപ്പം നമ്മൾ ഭൂമിയാകുന്ന പ്രാകാരത്തിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ യാത്ര ഉയരത്തിലേക്കാണ്. ബുദ്ധിമാന്റെ യാത്ര ഉയരത്തിലേക്കാകുന്നു, കീഴിലുള്ള പാതാളത്തെ ഒഴിഞ്ഞു പോകുന്നു. അപ്പോൾ ബുദ്ധിമാന്മാരായിരിക്കുന്നവർ ഉയരത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്, പാതാളത്തെ ഒഴിഞ്ഞു പോകും. നമ്മെ ദൈവം ബുദ്ധിമാന്മാരാക്കി പ്രാകാരമാകുന്ന ഭൂമിയിൽ നിന്ന് നാം നിലയുള്ളവരായി വളർച്ച പ്രാപിച്ചു കഴിഞ്ഞാൽ വിശുദ്ധസ്ഥലത്ത് നിന്ന് അതിവിശുദ്ധത്തിലേക്ക് നാം പ്രവേശിക്കപ്പെടും. അതിനുള്ള യോഗ്യത പ്രാപിക്കുന്നവരെ കർത്താവ് അവിടെ എത്തിക്കുന്ന സന്ദർഭത്തിൻ്റെ വിശദീകരണമാണ് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ആരൊക്കെയാണ്, എന്താണെന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് ഇന്ന് രാത്രി കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അകത്തും പുറത്തും ചുറ്റും കണ്ണ് നിറഞ്ഞിരിക്കുന്ന പറയുന്നത് സാറാഫുകൾക്ക് കാണാൻ കഴിയാത്ത വിധത്തിൽ അതിശനായിരിക്കുന്ന അതിതേജസ്സുള്ള ദൈവത്തെ കാണുവാൻ കഴിയാതെ അവർ കണ്ണുകൊണ്ട് അടച്ച് രണ്ട് കൈ കൊണ്ട് കണ്ണ് മറച്ചുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരുന്ന ആദിജാതന്മാരുടെ സഭ ചുറ്റിലും കണ്ണുള്ളതായി എന്ന് പറഞ്ഞാൽ മുഴുവനും ദർശിച്ചുകൊണ്ട് ദൈവത്തോട് സദൃശ്യപ്പെട്ട് അവനെ മഹത്വപ്പെടുത്തുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നു എന്നാണ് ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ അവർ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവം ഇപ്പം പിതാവാം ദൈവം തന്നെയാണ് പുത്രനാം ദൈവം പരിശുദ്ധാത്മാവും ദൈവം. അവർ സമത്വത്തിൽ ഒന്നാകുന്നു എന്നുള്ളത് നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സിംഹാസനിരിക്കുന്ന പിതാവാം ദൈവം പരമോന്നത അധികാരത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അത് സ്വർഗത്തിൽ എത്തിച്ചേരുന്ന അവർ പ്രതികരിക്കുന്നത് സിംഹാസനിരിക്കുന്ന 24 മൂപ്പന്മാരെയാണ്. അറുക്കപ്പെട്ട കുഞ്ഞാടാം ദൈവം ശുശ്രൂഷയുള്ള ബന്ധത്തിലാണ് അവിടെ വെളിപ്പെടുന്നതെങ്കിൽ, സ്വർഗത്തിൽ വെളിപ്പെടുന്നതെങ്കിൽ 4 ജീവികളാണ് അതിനെ പ്രതിനിധീകരിക്കുന്നത്. പളുങ്കണ്ണ് സദൃശമായ പരിശുദ്ധാത്മാവാൻ ദൈവം 7 ആത്മാക്കളുടെ ബന്ധത്തിൽ സ്വർഗത്തിൽ വെളിപ്പെടുത്തുമ്പോൾ അത് തേജസ്സുള്ള ബന്ധത്തിലും ഉള്ള ബന്ധത്തിലും നമുക്കവിടെ വെളിപ്പെടുത്തുമ്പോൾ 7 ദീപങ്ങളാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിയായ രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വർഗീയ സിംഹാസനത്തിൽ ഇരിക്കുന്നവരുടെ ബന്ധത്തിൽ പിതാവാം ദൈവത്തിൻ്റെ പരമോന്നത അധികാരത്തെ വെളിപ്പെടുത്തുമ്പോൾ മാനവരക്ഷ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പുത്രനാം ദൈവത്തെ അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ടാണ് 5-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല. വ്യാഖ്യാന അർത്ഥത്തിൽ ഇവർ പിതാവും പുത്രനും സമത്വത്തിൽ ഒന്നത്രേ. അപ്പോൾ സ്വർഗീയ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിക്കുന്ന 7 ദീപങ്ങളുടെ ബന്ധത്തിൽ അവിടെ പരിശുദ്ധാത്മാവൻ ദൈവത്തെ വെളിപ്പെടുത്തുമ്പോൾ യേശുക്രിസ്തു സത്യവെളിച്ചവും നിത്യജീവനുമാകുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവാൻ ദൈവവും വചനമാകുന്ന ക്രിസ്തുവും സമത്വത്തിൽ ഒന്നാകും. അപ്പോൾ പിതാവും
പുത്രനും പരിശുദ്ധനും, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും അഥവാ ആലോചന കൊടുത്ത സ്നേഹവാനായിരിക്കുന്ന ദൈവവും ആലോചന നിവർത്തിക്കുവാൻ ശുശ്രൂഷയ്ക്കായി ലോകത്തിൽ വന്ന് പരമയാഗമായി തീർന്ന ക്രിസ്തുവും ആ പരമയാഗമായി തീർന്ന യേശു ക്രിസ്തുവിൻ്റെ ആ സുവിശേഷമാകുന്ന ജീവന്റെ വാസനയെ പരത്തി അത് സൃഷ്ടിയുടെ ആദിജാതന്മാരെ ഒരുക്കിയെടുത്തുകൊണ്ട് സ്വർഗാസ്വർഗത്തിൽ എത്തുന്ന പരിശുദ്ധാത്മാവ് ദൈവവും സമത്വത്തിൽ ഒന്നാകുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പരിശുദ്ധൻ 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 എന്ന് പറയുമ്പോൾ ഹോളി ഹോളി മോസ്റ്റ് ഹോളി എന്ന് ട്രാൻസ്ലേഷൻ ചെയ്യുന്നവരുണ്ട്. വിശുദ്ധനാണ്, അതിവിശുദ്ധനാണ്, പരമവിശുദ്ധനാണെന്നുള്ള രീതിയിൽ ചിന്തിക്കുക. പക്ഷേ അതിനേക്കാൾ ഏറ്റവും ഉത്തമമായിരിക്കുന്ന ട്രാൻസ്ലേഷൻ ഇവിടെ യേശയ്യാവിൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സാറാഫുകൾ പറയുന്ന അതേ കാര്യം തന്നെ പറയുമ്പോൾ ദൈവം അവിടെ മഹത്വമാണ്. അതിനവിടെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ പിതാവാം ദൈവം പരിശുദ്ധനാകുന്നു, പുത്രനാം ദൈവം പരിശുദ്ധനാകുന്നു, പരിശുദ്ധാത്മാവാം ദൈവം പരിശുദ്ധനാകുന്നുവെന്ന ദൈവിക സമത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടും അതിനെ അനുഭവിച്ചറിഞ്ഞുകൊണ്ടും ആ സ്വർഗീയ ദൈവത്തിൻ്റെ സദൃശന്മാരായിത്തീരുന്ന ആദിജാതന്മാരുടെ സഭ പരിശുദ്ധൻ 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 എന്ന് 3 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല, പിതാവിനെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെയും അവിടെ വെളിപ്പെടുത്തുകയാണ്. 4-ാം അധ്യായവും 5-ാം അധ്യായവും ദൈവിക തൃത്വത്തെ വെളിപ്പെടുത്തി സമത്വത്തിൽ ഒന്നാണെന്നും ഒരാരാധനയ്ക്ക് യോഗ്യരാണെന്നും വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 4-5 അധ്യായങ്ങളുടെ ഉള്ളടക്കം നാം ചിന്തിച്ചാൽ പിതൃപുത്ര പരിശുദ്ധാത്മാവിനെ ദൈവിക തൃത്വത്തെ വെളിപ്പെടുത്തി യേശു ക്രിസ്തു ആരാധന യോഗ്യനാണ്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ആണ് ദൈവസഭയെ ആരാധിക്കുന്നത്, പിതാവാം ദൈവം ആരാധന യോഗ്യനാകുന്നുവെന്ന് 4-ാം അധ്യായത്തിലെ ചിന്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാപ്പകൽ വിശ്രമം കൂടാതെ ആർത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം അവിടെ രാവും പകലും ഉണ്ടെന്നല്ല, നമുക്ക് മനസ്സിലാകാൻ വേണ്ടി അത് നിത്യമാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് രാപ്പകൽ എന്ന് പറയുന്നത്. നമുക്കറിയാം അഗ്നിനരകത്തിലും രാപ്പകൽ ദണ്ഡനം അനുഭവിക്കുന്നത്. അതിൻ്റെ അർത്ഥം അഗ്നിനരകത്തിൽ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ദിനരാത്രം ഉണ്ടാകുമെന്നല്ല അതിൻ്റെ അർത്ഥം. അവിടെ പറയുന്നത് രാപ്പകൽ എന്ന് പറയുമ്പോൾ സമയവ്യത്യാസം കൂടാതെ എപ്പോഴും നിത്യനായിരിക്കും ദൈവത്തെ ആരാധിക്കുന്നു. എന്നാൽ മറുഭാഗത്ത് രാപ്പകൽ എന്ന് പറയുന്നത് നിത്യ ദണ്ഡനത്തിൽ നിത്യ ഇരുളിൽ കിടക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ രാപ്പകൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടുത്തെ ദിനരാത്രങ്ങളെപ്പോലുള്ള രാവും പകലും എന്നല്ല. അതിൻ്റെ അർത്ഥം ഒരിക്കലും ഇല്ലാത്ത, നമുക്ക് മനസ്സിലാകാത്ത, നമ്മൾ രാവും പകലും ഒക്കെ മനസ്സിലായിട്ടുള്ളവരാ. അപ്പോൾ അതുകൊണ്ട് യോഹന്നാൻ കാണുമ്പോൾ അവന് മനസ്സിലാകുന്ന രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആരാധനയുള്ള ബന്ധത്തിൽ 7-ാം അധ്യായത്തിൽ പറയുന്നവർ രാപ്പകൽ ദൈവത്തെ ആരാധിക്കും എന്ന് പറഞ്ഞാൽ രാവെന്നോ പകലെന്നോ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ നിത്യം ആരാധനയാണ് അവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വെളിപ്പെടുത്താൻ വേണ്ടിയാണ് രാപ്പകൽ അവർ ദൈവത്തെ മഹത്വപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നത്. 4 മൂപ്പന്മാരും രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നതിനായി സിംഹാസനിരിക്കുന്നവൻ ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനിരിക്കുന്നതിൻ്റെ മുമ്പിൽ വീണു. ഇവിടെ ഇരിക്കുന്ന മൂപ്പന്മാർ അത് ദൈവസഭയെ പ്രദാനം ചെയ്യുന്നവരാ. അപ്പം ആരാധിക്കുന്ന ദൈവസഭ ആദിജാതന്മാരുടെ സഭ, സിംഹാസനിരിക്കുന്ന ആദിജാതന്മാരുടെ സഭ, തേജസ്സായിരിക്കുന്ന ആദിജാതന്മാരുടെ സഭ. അപ്പോൾ സ്വർഗീയ സിംഹാസനത്തിന് മുമ്പാകിൽ അവർ ദൈവത്തെ വീണ് നമസ്കരിച്ച് ആരാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നേക്കും ജീവിച്ചിരിക്കുന്നതിന് സിംഹാസനിരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രം കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനിരിക്കുന്നതിൻ്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നതിന് നമസ്കരിച്ചു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. അപ്പോൾ കിരീടങ്ങൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന അധികാരത്തിൻ്റെയാണ്, അവകാശത്തിൻ്റെതാണ്. അപ്പോൾ ഇത് ലഭിച്ചിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ദൈവമേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതുമാണ്. അപ്പോൾ സകലവും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. സകലവും ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ ഉളവായതാണെങ്കിൽ സ്വർഗാസ്വർഗത്തിൽ അവർ പറയുകയാണ്, ഇങ്ങനെയൊരു സ്ഥിതിയിലേക്ക്, ഈ ഒരു പദവിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നത് അങ്ങയുടെ കൃപയാണ്, അത് അങ്ങയുടെ സ്നേഹമാണ്, അങ്ങയുടെ കരുണയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്
24 മൂപ്പന്മാരും അഥവാ നാം അവിടെ ദൈവസന്നിധിയിൽ അധികാരങ്ങളെ താഴെയിട്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ അധികാരത്തിന് ഞങ്ങൾ യോഗ്യരല്ല, ഇതെല്ലാം അങ്ങയുടെ ദാനമാണ്, അങ്ങനെയൊക്കെ അവകാശമാണ്, ഇത് ഇങ്ങനെയൊരു ഈ നിന്റെ ഇഷ്ടത്താൽ ഉളവായതാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണിത്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് സൃഷ്ടികളിലെ യാതന്മാരായിരിക്കുന്നവരെ സ്വർഗത്തോട് അടുപ്പിക്കണം, ദൈവത്തോട് ഒന്നാക്കി ചേർക്കണമെന്നുള്ള ആ ഇഷ്ടം ഹേതുവാകുവാൻ വേണ്ടി, ആ തിരുവിഷ്ടത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു തൻ്റെ ശരീരമെന്ന യാഗത്തെ നമുക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടത്. അപ്പോൾ ആ ഇഷ്ടം നിർവഹിക്കാൻ വേണ്ടി നമുക്കറിയാം, സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിലുള്ള എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇതാ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്രായ ലേഖനത്തിലും അതേക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പിതാവിൻ്റെ ഇഷ്ടം ഈ ഒരു സന്ദർഭത്തിലേക്ക് എത്താൻ വേണ്ടിയാ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പക്ഷേ അത്രമാത്രം ആഗ്രഹം ഇപ്പോൾ മനസ്സിലാകത്തില്ലായിരിക്കാം. നമ്മുടെ പിതാവാൻ ദൈവത്തെ സ്വർഗത്തിൽ ചെന്ന് ആ കിരീടങ്ങൾ താഴെയിട്ട് ആരാധിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വലിയ കാര്യങ്ങൾ ഇതുവരെ ചിന്തിച്ച് കാണത്തില്ലായിരിക്കാം. നമുക്കത് പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യതയാകത്തില്ലായിരിക്കാം. എന്നാൽ സ്വർഗം കാത്തിരിക്കുന്നത് അവൻ്റെ ഇഷ്ടം മുഴുവനും അവൻ്റെ പുത്രൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ദൈവസഭ അവിടെ എത്തിച്ചേരാൻ വേണ്ടി, ആ ഇഷ്ടത്തിന് നിവൃത്തീകരണത്തിന് വേണ്ടി സ്വർഗം കാത്തിരിക്കുകയാണ്. ഈ സന്ദേശം കേൾക്കുന്ന നമ്മളിലും ആ ആഗ്രഹം വളരണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ഇവിടെ എഴുന്നേറ്റ് കഴിയുമ്പോൾ എണ്ണം തികയപ്പെടും. അതിനുവേണ്ടിയാണ് ആ ഇഷ്ടത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടത്താലാണ്. ലേഖനത്തിൽ അറിയാം, ഞാൻ അതേക്കുറിച്ച് എടുത്തു പോകാൻ ആഗ്രഹിക്കുന്നത്. സംഘത്തിലുള്ള പറയുക, ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു പറഞ്ഞുകൊണ്ട് നിന്റെ ഞാനൊരു ശരീരം നിനക്കായി ഒരുക്കിയിരിക്കുന്നു പറഞ്ഞുകൊണ്ട് തൻ്റെ ശരീരത്തെ നമുക്ക് വേണ്ടി പരമയാഗമാക്കി തീർത്തത് പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടത്തെ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് 24 മൂപ്പന്മാരും 4 ജീവികളും പറയുന്നത്, നിന്റെ ഇഷ്ടം ഇതായിരുന്നു, ഞങ്ങൾ ഇവിടെ എത്തിച്ചേരണമെന്നുള്ളതായിരുന്നു. രാത്രിയിലത്തെ പേർക്ക് സന്ദേശം മനസ്സിലാകും. പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടിയുള്ള ഇഷ്ടപുത്രന്മാരായി തീരുവാൻ, അവൻ്റെ ആദ്യജാതന്മാരുടെ സഭയായി തീരുവാനുള്ള പരമവിളിയുടെ ആ വലിയ ലാക്കിലേക്കാണ് നാം ഓടിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയാണ്, സകലവും നീ സൃഷ്ടിച്ചതാണ്, എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതാണ്, സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടെങ്കിലും ഞങ്ങളെ പുതുതാക്കി സൃഷ്ടിച്ച് ഞങ്ങളെ തേജസ്സിൻ്റെ മക്കളാക്കി അങ്ങയുടെ മകനോട് സദൃശപ്പെടുത്തി സിംഹാസനത്തിരിക്കുവാനും അങ്ങയുടെ മുഖം കണ്ട് ആരാധിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളിൽ അങ്ങേക്ക് ഇഷ്ടം തോന്നിയല്ലോ. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഈ രാത്രിയിൽ ഈ ഇഷ്ടത്തിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം മറ്റൊന്നുമല്ല, നാം സ്വർഗത്തിൽ കളങ്കമില്ലാത്തവരായി എത്തപ്പെടണം. അവൻ്റെ മുമ്പിൽ കളയും ചുളുക്കവും മാലിന്യവുമില്ലാതെ നാം അവൻ്റെ മുമ്പിൽ അവൻ്റെ മഹിമാ സന്നദ്ധിയിൽ നമ്മെ നിർത്തണം എന്നുള്ളതാണ് പിതാവാം ദൈവം ആഗ്രഹിക്കുന്നത്, പുത്രനാം ദൈവം ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവാം ദൈവം ആഗ്രഹിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഒരിക്കലും ഭംഗം വരാതെ ദിവസങ്ങളിൽ ഈ സന്ദേശം കേൾക്കുന്ന ഇത് ആരെല്ലാം കേൾക്കുന്നുവോ അവർ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവേ, നിന്റെ ഇഷ്ടം ഇതാണ്, അത് സ്വർഗത്തിൽ സമ്പൂർണ്ണമാക്കപ്പെടുവാൻ വേണ്ടി പോകുന്നു. ആ ഇഷ്ടത്തിൽ യേശുക്രിസ്തു ഒരിക്കൽ കഴിച്ച പരമയാഗത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരെ വിശുദ്ധീകരിക്കാൻ വേണ്ടി അയച്ച, വിശുദ്ധീകരിക്കുന്നവർക്കും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും ഒരുവനല്ലോ പിതാവെന്ന് പറയുന്ന പിതാവാം ദൈവത്തെ നമുക്ക് ഒരുമിച്ച് കാണുവാൻ കഴിയും. ആ ഒരു സന്ദർഭത്തിൻ്റെ വിശദീകരണം അവിടെ കൊടുത്തിരിക്കുന്നത് ദൈവിക തൃത്വം സ്വർഗത്തിലുണ്ട്, അവിടെ അതുവരെയും ഉണ്ടാകാത്തതും എന്ന് പറഞ്ഞാൽ അതുവരെ ഇല്ലാതിരുന്നത് സാറാഫുകൾ അവിടെ ആരാധിച്ചുകൊണ്ടിരുന്നെങ്കിൽ അതിനെ വ്യത്യസ്തമായിട്ട് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യൻ നിന്ന് ദൈവം വിണ്ണിൻ്റെ മക്കളാക്കി ആദ്യജാതന്മാരുടെ സഭയാക്കി അവിടെ ഉണ്ടായിരുന്ന സൃഷ്ടികളെ അവരെ പുറകോട്ട് മാറ്റിയിട്ട് മുമ്പിലേക്ക് കൊണ്ടുവന്ന് സൃഷ്ടികളിൽ ആദിജാതന്മാരായിത്തീരുന്ന ആദിഫലമായിത്തീരുന്നവർ അവിടെ ദൈവത്തിന് വേണ്ടി ദൈവത്തോട് അടുത്ത് ചെല്ലുന്ന അത്രമാത്രം വലിയ ബന്ധമാണ് യേശുവിൻ്റെ രക്തമുഖാന്തരമുള്ളത്. നമ്മെ അത്രത്തോളം അടുപ്പിക്കുന്ന പുണ്യാക രക്തത്തിൻ്റെ ശക്തി ഇന്ന് രാത്രിയിൽ വ്യാപരിക്കുന്നുണ്ട്. പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയുടെ ആ വ്യാപാരം നമ്മളിൽ വിശുദ്ധീകരണമായി നമ്മൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മെ സ്വർഗീയ സിംഹാസനത്തോട് അടുപ്പിക്കുന്നതാണ്.
അതിൽ ഇരുത്തത്തക്കവണ്ണമുള്ളതായ ശുദ്ധീകരണമാണ് കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ശക്തിയിൽ അടങ്ങിയിരിക്കുന്ന അധികാരം. ആ ശക്തിയാണ് ഇവിടെ വ്യാപരിക്കുക. അതുകൊണ്ടാണ് ഇവരിതെല്ലാം ചിന്തിച്ചുകൊണ്ട്, ഇവരെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവസന്നിധിയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മളെല്ലാം ഇത് ചിന്തിച്ചുകൊണ്ട് അന്ന് ഇതൊക്കെ ഓർക്കേണ്ടതായിട്ട് വരും. ഭൂമിയിൽ ആരാധിച്ചതും ഫാസ്റ്റിംഗ് വരെ നടത്തിയതും കഷ്ടപ്പെട്ടതും നടന്നതും വലഞ്ഞതും വിശ്വാസം വന്നപ്പോൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും എല്ലാം പ്രിയപ്പെട്ടവരെ ഒന്നിനു പുറകെ ഒന്നായി ഓർത്തുകൊണ്ട് ഈ ഒരു മഹനീയമായ സ്ഥാനത്തേക്ക് എത്തുവാൻ വേണ്ടിയാണല്ലോ ഞങ്ങളെ പുതുതാക്കി സൃഷ്ടിച്ചത്, ഞങ്ങളെ നിന്റെ ഇഷ്ടം ഹേതുവാൽ ഇവിടെ കൊണ്ടുവന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അവസ്ഥകളെല്ലാം മനസ്സിലാക്കി അപ്പോൾ ലഭിച്ചിരിക്കുന്ന പദവിയെ ഓർത്തുകൊണ്ട് നാം ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ആധിക്യത്തെ മനസ്സിലാക്കുമ്പോൾ സിംഹാസനത്തിൽ ഇരിക്കാൻ കഴിയത്തില്ല. അവർ താഴെ വീണ് കിരീടങ്ങൾ താഴെയിട്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കും. രാത്രിയിൽ നമുക്ക് ജീവൻ തന്ന നമ്മുടെ കർത്താവിനെ ഇവിടെ ഭൂമിയിൽ നാം മുട്ടുമടക്കി ദൈവത്തെ നമസ്കരിക്കുന്നെങ്കിൽ, ആരാധിക്കുന്നെങ്കിൽ, ഒരു ദിവസം കൊണ്ട് നാം തേജസ്കരണം പ്രാപിച്ച് സ്വർഗാസ്വർഗത്തിലെത്തി ഇതേ ആ ദൈവത്തെ നാം അവിടെ ദൈവത്തെ നമസ്കരിക്കും. ഇത് സംഭവിക്കേണ്ടതാണ്, മേലാൽ സംഭവിക്കാനുള്ളതാണ്, ബോഷ്കല്ല, ഇത് നിർവഹിക്കപ്പെടും എന്നുള്ളതും ഇത് രാത്രിയിൽ ഞാൻ ഒരിക്കൽ കൂടി ദൈവനോടുള്ള ബന്ധത്തിൽ ഉറപ്പിച്ചു പറയുകയാണ്. സംഭവിക്കേണ്ടതാണ്. ആരാണിത് ചെയ്യുന്നത്? മറ്റാരുമല്ല, സൃഷ്ടികൾ വേറെ ആരുമല്ല, സൃഷ്ടിയുടെ ആദിജാതന്മാരായിരിക്കുന്ന സഭയാണ് അവിടെ എത്തി അത് നിർവഹിക്കാൻ പോകുന്നത്. ആ ഗണത്തിൽ ഞാനും നിങ്ങൾ ഉൾപ്പെട്ടിരിക്കണം എന്നുള്ളതും ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ഞാൻ ഓർപ്പിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇവിടെ കിരീടങ്ങളെ അവർ തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടുമെന്ന് പറയുമ്പോൾ, ഇപ്പോൾ അധികാരം ലഭിച്ചതിന് ശേഷമാണ് നാം എന്ത് ചെയ്യുന്നത്? ദൈവത്തെ അത് മാറ്റിവെച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. എന്നാൽ സാത്താൻ അങ്ങനെയല്ല പറയുന്നത്. സാത്താൻ എന്താ ചെയ്യുന്നറിയാമോ? മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, യേശു കർത്താവോട് പറഞ്ഞത് എപ്രകാരം പറഞ്ഞത്? നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് ഞാൻ നൽകാമെന്ന് പറഞ്ഞു അല്ലേ? 4-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന 4-ന്റെ 8-9 വാക്യങ്ങൾ. പിന്നെ പിശാച് ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ച് വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ വീണ് നമസ്കരിച്ചാൽ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അധികാരം തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ വഞ്ചിക്കപ്പെട്ട അനേകരും വീണ് പോകുമ്പോൾ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിൽ എന്നെ ആരാധിക്കേ, എന്നെ. ഇപ്പോൾ സാത്താൻ അവനെ അവൻ്റെ പ്രസൻസിൽ വീണ് നമസ്കരിച്ചാൽ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കർത്താവ് നമുക്ക് സകല അധികാരവും തന്ന നമ്മെ പദവിക്ക് യോഗ്യനായ ശേഷം ആണ് നാം അവനെ സ്വർഗാസ്വർഗത്തിൽ വീണ് നമസ്കരിക്കുന്നത്. അപ്പോൾ സാത്താൻ വഞ്ചിക്കുമ്പോൾ നമ്മുടെ ദൈവം ഒരിക്കലും വഞ്ചിക്കുന്നവനല്ല. അവൻ നമുക്ക് തന്നതിന് ശേഷം ആ തന്നത് തിരിച്ചറിഞ്ഞിട്ട് അവനെ ആഴമായി സ്നേഹിച്ച് ആ സ്നേഹത്തിൽ നിന്ന് പുറപ്പെടുന്ന ആരാധന സ്വർഗത്തിൽ വെളിപ്പെടും. അതിനുവേണ്ടി സ്വർഗം ആഗ്രഹത്തോടെ ആ ഇഷ്ടത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. യഥാർത്ഥ സന്ദേശം മനസ്സിലായി. 4-ാം അധ്യായം ചെറിയൊരു സന്ദേശമല്ല. അതെ, ദൈവം ആഗ്രഹിക്കുന്നത് സകല അധികാരവും കൊടുത്തു കഴിയുമ്പോൾ അധികാരമെല്ലാം പ്രാപിച്ചു. കർത്താവ് പറഞ്ഞില്ല, നീ എന്നെ വീണ് നമസ്കരിച്ച് ശേഷം നൽകാമെന്നല്ല പറയുന്നത്. ഇതെല്ലാം നമുക്ക് നൽകും. അധികാരവും പദവിയെല്ലാം നൽകി കഴിയുമ്പോൾ, ഇതെല്ലാം ലഭിച്ചു കഴിയുമ്പോൾ, ഇതിന് ഞാൻ യോഗ്യനല്ല, നിന്റെ ഇഷ്ടം ഹേതുവായി അങ്ങയുടെ പുത്രൻ മുഖാന്തരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, പിതാവേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആധിക്യത്തിലാണ്, അങ്ങയുടെ സ്നേഹമാണ്, പരിശുദ്ധാത്മാവേ അങ്ങയുടെ പ്രവൃത്തിയാണ്, പിതാവാം ദൈവമേ അങ്ങയുടെ സ്നേഹം പുത്രൻ്റെ ശരീരയാഗമായി തീർന്നുകൊണ്ടാണ് എന്ന് ഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ യഥാർത്ഥമായ സ്വർഗീയ ആരാധന വെളിപ്പെടുന്നത് നാം സ്വർഗാസ്വർഗത്തിൽ എത്തിയതിനു ശേഷമാണ്. രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഇവിടെ നാം ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ കർത്താവിനെ ഞാൻ മുഖം കണ്ട് അവനെ ആരാധിക്കും. അധികാരം പ്രാപിച്ചവരായി അത് സകലതും പ്രാപിച്ചു കഴിയുമ്പോൾ അവിടെ എത്തി ദൈവത്തെ നമസ്കരിക്കുന്ന ആ അതിസുന്ദരമായിരിക്കുന്ന നിമിഷം, അത് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നടക്കപ്പെടാൻ പോവുകയാണ്. ഇന്ന് കാഹളം ധ്വനിച്ച് സഭ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ നാടോടങ്ങളായി ദൈവത്തെ ആരാധിക്കുന്നവരാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണ്, നാം ബുദ്ധിയുള്ള ആരാധനക്കാരാണ്. അങ്ങനെ ദൈവത്തെ ഭയപ്പെടുന്നവരെ, ആ തികവിലേക്ക് എത്തുന്നവരെ ചേർത്ത് കഴിയുമ്പോൾ ആരാധനയുടെ യഥാർത്ഥ
മഹത്തമായ പരമപ്രധാനമായിരിക്കുന്ന ആ രഹസ്യം അവിടെ വെളിപ്പെടുവാനിട്ടിടയാത്തരും. അതെ, ഹാബേൽ ആരാധിച്ചു, ദൈവത്തിന് ആരാധന കൊടുത്തു, ദൈവത്തെ മഹത്വപ്പെടുത്തി, അവൻ മരിക്കുവാൻ ഇടയാത്തതെന്നു. അങ്ങനെ വിശുദ്ധന്മാർ അനേകര് ദൈവത്തിന് വേണ്ടി ലോകത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. കർത്താവിനെ ആരാധിച്ച് അവനെ മഹത്വപ്പെടുത്തി ലോകത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്തുയേശു വന്ന് പാപത്തിന് പരിഹാരമായി തീർന്ന് അവൻ നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി മരിച്ചു. അവനിൽ നാം വിശ്വസിക്കുന്നതുകൊണ്ട് ഹാബേൽ അഥവാ ആദ്യത്തെ സൃഷ്ടിച്ച ആ ദൈവീക സംസർഗത്തിലൂടെ, ആരാധനയിലൂടെ ദൈവത്തിന് യാഗം കഴിച്ച് മഹത്വപ്പെടുത്തി ഏകവശല കാലത്ത് തുടങ്ങിയ ആരാധന അത് തലമുറകൾ കൈമാറി യേശു ക്രിസ്തുവിൻ്റെ പൊരുളാക്കി യഥാർത്ഥമായ സത്യാരാധന വെളിപ്പെടുത്തി ഇവിടെ നാം ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഇത് നാം സ്വർഗാസ്വർഗത്തിലെത്തി നിത്യമായ ഒരു ആരാധനയിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് ദൈവമക്കളുടെ ശബ്ദത്തെയോ ദൈവമക്കളുടെ ആരാധനയെയോ ദൈവമക്കളുടെ ശുശ്രൂഷയോ ആർക്കും മുടക്കാൻ കഴിയത്തില്ല. ഇവിടുത്തെ ചങ്ങലകൾക്കോ ഇവിടുത്തെ ജയിലറുകൾക്കോ ഇവിടെയുള്ള ഒരു ശക്തികൾക്കും ദൈവമക്കളുടെ ആരാധനയെ നിർത്താൻ കഴിയത്തില്ല. ഇത് നിത്യാരാധനയാണ്, നിത്യ ബന്ധമാണ്, നിത്യമായിരിക്കുന്ന തേജസ്സിന്റെ ആരാധനയാണ്. അത് നിത്യമായിട്ടുള്ളത് സ്വർഗാദി സ്വർഗത്തിൽ അത് നിറവേറപ്പെടും എന്നുള്ള സന്ദേശം കൈമാറിക്കൊണ്ട് അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടാണ് നാം അവൻ്റെ മുമ്പിൽ ഇതെല്ലാം ലഭിച്ചു കഴിയുമ്പോൾ കർത്താവേ ഞങ്ങൾ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികാരങ്ങളാകുന്ന പൊൻകിരീടങ്ങളെ കാണിക്കുന്ന അധികാരത്തിലെയാണ് കാണിക്കുന്നത്. അവിടെ പിതാവാം ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് അവന്റെ മുമ്പിൽ വീണ് കിടക്കുന്നതിനെയാണ് കാണിക്കുന്നത്. ഇന്ന് രാത്രിയിൽ നാം എത്ര ഭാഗ്യമുള്ളവരാണെന്നറിയാമോ? എത്ര ഭാഗ്യമുള്ളവരാണ്. ഒരുപക്ഷെ ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും ചോദ്യങ്ങൾ എന്തിനാ ജനിച്ചെന്ന് ചോദിച്ചിട്ടായിരിക്കാം, എന്തിനാ ഈ കഷ്ടതയെല്ലാം ചോദിച്ചു കാണാമായിരിക്കാം. നിരവധി വേദനകൾ ഭാരങ്ങൾ വരുമ്പോൾ നാം പുലമ്പിയിട്ടുണ്ട്, നാം പറഞ്ഞിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് ഈ ലോകം, എന്തിനു വേണ്ടിയാണ് ജീവിതം, എന്തിനു വേണ്ടിയാണ് ഈ കഷ്ടം സഹിക്കുന്നത്. വേദന വരുമ്പോൾ പലപ്പോഴും ചോദിച്ചിട്ടുള്ള സന്ദർഭങ്ങളെ ദൈവമക്കളെ ഇന്ന് രാത്രി ദൈവാത്മാവ് ഓർപ്പിക്കുക. ഇന്ന് രാത്രിയിൽ പറയണം, ഇതെല്ലാം ഞാൻ സഹിക്കുന്നത് ആ നിത്യ ആരാധനയുടെ ഭാഗമായി തീരുവാൻ, സ്വർഗാദി സിംഹാസനത്തിന്റെ ആ പദവിയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയുള്ള കഷ്ടതയാണ് ഈ ദിവസങ്ങളിൽ നാം സഹിക്കുന്നത്. അതുകൊണ്ട് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുയേശുവിന്റെ പിതാവാം ദൈവത്തിന്റെ ഇഷ്ടം നമ്മളിൽ സമ്പൂർണ്ണമാകുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ സ്വർഗീയ പദവിയിൽ എത്തിച്ചേരുവാൻ ഉള്ള വാഞ്ചയോടെ പരിശുദ്ധാത്മാവിന്റെ തൃക്കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ ഒരു ദിവസം നാം ഇവിടുന്ന് യാത്രയാകും. ഇവനോടിരിക്കുകയാണെങ്കിൽ രൂപാന്തരപ്പെട്ട് നാം എടുക്കപ്പെടുവാൻ ഇടയാക്കണം. നമ്മോട് കൂടെ പുനരുത്ഥാനം പ്രാപിച്ച് അതിന് യോഗ്യതയുള്ള വിശുദ്ധന്മാർ, അവിടെ ഇരിക്കുന്ന വിശുദ്ധന്മാർ മൂന്നാം സ്വർഗത്തിൽ നിന്ന് അവരും ഒരുമിച്ച് സ്വർഗാസ്വർഗത്തിലെത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാത്തീരും. അതാണ് സ്വർഗീയ ആരാധനയുടെ ബന്ധത്തിൽ 4-ാം അധ്യായത്തിൽ പിതാവാം ദൈവത്തെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ദൈവസഭയുടെ 24 മൂപ്പന്മാരും 4 ജീവികളും തേജസ്സുള്ളവരായി സ്വർഗാസ്വർഗത്തിൽ ആരാധിക്കുന്നു. അതിന് സകലത്തിനും കാരണക്കാരൻ സാണവൻ ദൈവമേ അങ്ങാകുന്നു, നിന്റെ സ്നേഹമാണ് നിങ്ങളുടെ പുത്രനെ ഞങ്ങൾക്ക് തന്നത്, പരിശുദ്ധാത്മാവിനെ അയച്ചത്. ഇതെല്ലാം ഓർത്തുകൊണ്ട് കിരീടങ്ങളെ താഴെയിട്ടുകൊണ്ട് ആരാധിക്കുന്ന വെളിപ്പെടുത്തിയാണ് 4-ാം അധ്യായം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. 5-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ദൈവീകതത്വത്തിൽ പിതാവാം ദൈവത്തെയും പരിശുദ്ധാത്മാവാം ദൈവത്തെയുമാണ് നാം മനസ്സിലാക്കിയത്. എന്നാൽ 5-ാം അധ്യായത്തിൽ ക്രിസ്തുവാകുന്ന യേശുവിനെ ഇവിടെ മറയത്തി വെത്തി എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തിയിട്ടില്ല. 5-ാം അധ്യായത്തിൽ ക്രിസ്തു യേശുവിനെ വെളിപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തി. 24 മൂപ്പന്മാരും 4 ജീവികളും ചേർന്ന് സർവവും സൃഷ്ടിച്ചവനായ മഹാദൈവത്തിന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്തോത്രവും അർപ്പിച്ച ശേഷമായി 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിനെ അവിടെ വെളിപ്പെടുത്തുന്നതിനുള്ള ബന്ധത്തിലാണ് അവിടെ ആ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സഭയുടെ ഉൾപ്രാവണാനന്തര സംഭവങ്ങളിൽ നമ്മൾ ഇതുവരെയും ചിന്തിച്ചത് പിതാവാൻ ദൈവത്തെയും പരിശുദ്ധമാൻ ദൈവത്തെയും ആദിജാതന്മാരുടെ സഭയുമാണ് നാം 4-ാം അധ്യായത്തിൽ ചിന്തിച്ചത്. അതിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ എന്നേക്കുമായി ജീവിച്ചിരിക്കുന്ന നിത്യനായ ദൈവത്തെ 24 മൂപ്പന്മാരും 4 ജീവികളും അടങ്ങുന്ന സംഘം രാപ്പകൽ വിശ്രമം കൂടാതെ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ആരാധിക്കുന്നതാണ് നാം ഇവിടെ ചിന്തിച്ചത്. എന്നാൽ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് മഹത്വപൂർണ്ണായിരിക്കുന്ന ക്രിസ്തു യേശുവിനെ സ്വർഗത്തിൽ വെളിപ്പെടുത്തുന്നതിനെ കുറിച്ചാണ്.
സ്വർഗീയ സിംഹാസനത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ക്രിസ്തു 24 സിംഹാസനം തൻ്റെ ആദിജാതന്മാരുടെ സഭയാകുന്ന മൂപ്പന്മാർക്ക് കൊടുത്തു കഴിയുമ്പോൾ അവനെ എവിടെയാകുന്നു ക്രിസ്തു എന്നുള്ളതിനെ വെളിപ്പെടുത്തുന്നതാണ് അതിൻ്റെ 5-ാം അധ്യായം. 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആർക്കും തുറപ്പാൻ കഴിയാത്ത 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട പുസ്തകത്തെക്കുറിച്ചുള്ള വിവരണവും അത് തുറക്കാൻ യോഗ്യനായിരിക്കുന്ന കുഞ്ഞാടിനെ വെളിപ്പെടുത്തുകയുമാണ് 5-ാം അധ്യായത്തിൽ ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് ദൈവസഭ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പിന്നീട് ലോകത്തിലേക്ക് അയക്കാൻ പോകുന്ന ന്യായവിധിയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ നിറവേറപ്പെടും. അത് നിറവേറപ്പെടണമെങ്കിൽ രക്ഷിപ്പാനും നശിപ്പാനും ശക്തനായവന് മാത്രമേ അതിന് യോഗ്യതയുള്ളൂ. അങ്ങനെയുള്ള ഒരുവനെയാണ് ഈ 5-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ എൻ്റെ വ്യാഖ്യാനത്തിനേക്ക് വേണ്ടി വായിക്കാം. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നതിൻ്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആരെയും കണ്ടില്ല. അപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലം കൈയിൽ ഇരിക്കുന്ന അകത്തും പുറത്തും എഴുത്തുള്ളതായ പുസ്തകത്തെയാണ് യോഹന്നാൻ കാണുന്നത്. എന്താണ് അകത്തും പുറത്തും എഴുത്തുന്നുള്ളതിൻ്റെ വ്യാഖ്യാനം അവിടെ നമ്മൾ ചിന്തിക്കണം. എന്തുകൊണ്ട് ഒരു വശത്ത് മാത്രം എഴുതാഞ്ഞത് 2 ഭാഗത്തുമായിട്ട് എഴുതിയിരിക്കുന്നത്? നമുക്ക് സീനായ് മലയിൽ ദൈവം മോശയുടെ കയ്യിൽ കൊടുത്ത കൽപ്പലകയിലും ദൈവത്തിൻ്റെ അക്ഷരങ്ങൾ ദൈവത്തിൻ്റെ പണിയായി ഉണ്ടാക്കിയ ആ പലകമേൽ എഴുതപ്പെട്ടിരുന്നു. അതും അകത്തും പുറത്തും എഴുത്തുള്ളതായിരുന്നു. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 15, 16, ആവർത്തന പുസ്തകം 10-ാം അധ്യായം 1, 2, 34, 2 ഇങ്ങനെ 27 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണാൻ അകത്തും പുറത്തും എഴുതി. മോശ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി സാക്ഷ്യത്തിൻ്റെ പലക 2 അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പലക ഇപ്പുറത്തും അപ്പുറവുമായി ഇരുവശത്തും എഴുതിയതായിരുന്നു. പലക ദൈവത്തിൻ്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിൻ്റെ എഴുത്തുമായിരുന്നു. ഇത് നിഴലായിരുന്നു. പഴയ നിയമ ആരാധന നിഴലായിരുന്നു. എന്നാൽ പുതിയ നിയമ ആരാധന അത് പൊരുളാകുന്നു. ഇവിടെ അകത്തും പുറത്തുമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് പുതിയ നിയമത്തിൽ സാക്ഷാൽ വചനമായവൻ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഇരുപുറത്തും മധ്യസ്ഥനായി വെളിപ്പെടും എന്നുള്ള വചനത്തെയാണ് ഇരുപുറവും വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇരുപുറവും രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ എന്ന് പറഞ്ഞാൽ ഇരുപുറത്തുമായി, ഇരുവശത്തുമായി പാപിയായ മനുഷ്യനും വിശദീകരിക്കുന്ന ദൈവത്തിനും ഇടയിൽ നിൽക്കുന്ന വചനമാം ദൈവത്തെയാണ് ഇരുപുറവും എഴുതിയിരിക്കുന്ന വചനം കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് എൻ്റെ വ്യാഖ്യാനാർത്ഥം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അകത്തും പുറത്തും എഴുത്തുകളുള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ദൈവമാണ്, വചനമാണ് സകലത്തിനും കാരണഭൂതനായവൻ. അപ്പോൾ അന്ന് ഈ പ്രമാണം കൊടുക്കുമ്പോൾ നീതീകരിക്കുന്ന വിശുദ്ധീകരിക്കുന്ന ദൈവത്തോട് അടുപ്പിക്കുന്നത് ക്രിസ്തുവാകുന്നു. ആ വചനമാണ് അകത്തും പുറത്തും എഴുതി അവൻ മധ്യസ്ഥതയെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ അത് ക്രിസ്തുയേശുവിൽ പിന്നെയും ഒന്നാക്കി ചേർക്കുക എന്നുള്ള കാല സമ്പൂർണതയുടെ വ്യവസ്ഥ നിവർത്തിയിരിക്കുന്നതിന് വേണ്ടിയാണ് യേശു ലോകത്ത്. ഇപ്പോൾ അകന്നുപോയ മനുഷ്യനെ അബ്രഹാമിന്റെ സന്തതിയിൽ നിന്ന് ദൈവം ഇസ്രായേൽ എന്ന രാഷ്ട്രമുണ്ടാക്കി അകത്തും പുറത്തും എഴുതിയ ആ കൽപ്പലകമായിട്ട് വന്നത് ദൈവത്തിനോട് അടുക്കുവാൻ വേണ്ടിയുള്ള പ്രമാണം അവർക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടി കാടുകളുടെയും കാളകളുടെയും രക്തം കൊണ്ടുള്ള ന്യായപ്രമാണത്തിന് സാധിക്കാത്തതുകൊണ്ടാണ് അന്ന് അങ്ങനെയുള്ളൊരു ശുശ്രൂഷ കൊടുത്തെങ്കിലും അത് നിഴലായിരുന്നു. അന്ന് ആ പലക ദൈവത്തിൻ്റെ പണിയും അതിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിൻ്റെ എഴുത്തുമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തി നമ്മുടെ മാംസഫലകയിൽ എഴുതിയിരിക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ വചനമെന്ന് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ നിയമത്തിൽ അകത്തും പുറത്തുമായി എഴുതിയിരിക്കുന്ന അഥവാ നമ്മുടെ അകത്തെഴുതുന്ന ദൈവത്തിൻ്റെ വചനം ഏത് പലകയിലാണ് എഴുതുന്നത്? പുതിയ നിയമത്തിൽ കൽപ്പലകയിലല്ല എഴുതുന്നത്. കല്ലുകൊണ്ടുള്ള പ്രമാണമല്ല പുതിയ നിയമം. പുതിയ നിയമം അത് മാംസപ്പലകയിൽ, അത് ആത്മീയമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്താണ്, ഹൃദയഫലകയിലാണ് ഈ ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്നത്. ആ വചനം എഴുതിയിരിക്കുന്നതുകൊണ്ട് അകത്തും പുറത്തും മാറ്റമുണ്ടാകും. ദൈവവചനം ഒരുവന്റെ അകത്ത് രേഖപ്പെടുത്തിയാൽ
പരിശുദ്ധാത്മാവ് ആ വചനം നമ്മുടെ ഹൃദയത്തിൽ രേഖപ്പെടുത്തുന്നത്, ഓരോ സന്ദേശങ്ങളും അത് നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതവിടെ രേഖപ്പെടുത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രേഖപ്പെടുത്തി കഴിയുമ്പോൾ പുറത്തും അവൻ്റെ ജീവിതം വചനത്തനുസരണമുള്ളതായിരിക്കും. ഇതിനെയാണ് കണ്ണാടി പോലുള്ള വചനം, അകത്തും പുറത്തും ഒരുപോലെ സ്വച്ഛതയുള്ള സ്ഫടിക തുല്യമായ എന്ന് പറയുന്നത് അകവും പുറവും ഒരുപോലെയാകും. ദൈവത്തിൻ്റെ വചനം നമ്മുടെ അകത്തേക്ക് അത് വന്നു കഴിയുമ്പോൾ, അതിൻ്റെ പ്രകാശനം ലഭിച്ചു കഴിയുമ്പോൾ, നമ്മുടെ പുറമെയുള്ള ജീവിതത്തെ വിശുദ്ധ ജീവിതമാക്കി മാറ്റുന്നത് ദൈവാത്മാവിൻ്റെ വചനം അകത്ത് മാംസപ്പലകയിൽ എഴുതുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പലക ദൈവത്തിൻ്റെതും ദൈവത്തിൻ്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിൻ്റെ എഴുത്തുമായിരുന്നു. ഇന്ന് രാത്രിയിൽ അനേകരുടെ ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ പണിക്ക് ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ, ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തുകൊണ്ട് നാം രക്ഷിക്കപ്പെട്ടപ്പോൾ യേശു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ പലക അവൻ പണിയുവാൻ ഏറ്റെടുത്തു. രാത്രിയിൽ അങ്ങനെ പുതിയ സൃഷ്ടിയായി തീർന്ന ഹൃദയത്തിൻ്റെ പലകമേൽ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന ജീവിതത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അവിടെ ജീവിതത്തിൽ അകത്തും പുറത്തും ക്രിസ്തുവിനെ വെളിപ്പെടുത്തും, യേശുവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തും. കൽപ്പലകയിൽ എഴുതിയിരിക്കുന്ന അകത്തും പുറത്തുമുള്ള വചനം അത് പൂർണ്ണതയുള്ളതായിരുന്നില്ല, അത് എറിഞ്ഞുടയ്ക്കപ്പെടുവാൻ ഇടയാത്തീർന്നു. എന്നാൽ വീണ്ടും അത് എഴുതി കൊടുത്തെങ്കിലും അവർക്കതിലേക്ക് എത്തുവാൻ കഴിഞ്ഞില്ലെന്നാൽ മധ്യസ്ഥനായിരിക്കുന്ന ക്രിസ്തു യേശു ഇരുപുറത്തിനും മധ്യസ്ഥനായി വന്നുകൊണ്ട് അവൻ്റെ രക്തം കൊണ്ട് വിടുതൽ പ്രാപിച്ചു കഴിയുമ്പോൾ, അവൻ്റെ കൈപ്പണിയായി നാം തീരുമ്പോൾ, നമ്മുടെ മാംസപ്പലകയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവാകുന്ന അകത്തെ മനുഷ്യനിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പടുതെടുക്കുന്ന അകത്തെ മനുഷ്യനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ നേടായിരുന്നു, പുതിയ നിയമത്തിൽ പൊരുളാണ്. നമ്മുടെ അകത്തെ മനുഷ്യനെ ദൈവം പണിയുമ്പോൾ അത് പുറത്തെ മനുഷ്യനിലേക്കും അത് വെളിപ്പെടും. അതിനെയാണ് വിശുദ്ധ ജീവിതം, വീണ്ടെടുക്കപ്പെട്ട ജീവിതം എന്ന് പറഞ്ഞാൽ മാനസാന്തര ജീവിതം എന്ന് പറയുന്നത്. മാനസാന്തരത്തിന് മുമ്പുള്ള ജീവിതം അശുദ്ധിയുടെ ജീവിതമായിരുന്നു. നമ്മുടെ അവയവങ്ങൾ പാപത്തിൻ്റെ അനീതിയുടെ അവയവങ്ങളായിരുന്നു. എന്നാൽ അകത്തും പുറത്തും ഒരുപോലെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എഴുതക്കഴിഞ്ഞപ്പോൾ, കൊരിന്ത്യർ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത് മാംസപ്പലകയിൽ എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച്, തേജസ്സിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കത് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് വിവർത്തനം ചെയ്യാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ യേശു ക്രിസ്തു മുഖാന്തരമായി നമ്മളെ ദൈവം പുതുക്കിപ്പണതു. അതാണ് പലക ദൈവത്തിൻ്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിൻ്റെ എഴുത്തും ആയിരുന്നു. അപ്പോൾ ഈ പലക, ഈ അകത്തെ മനുഷ്യനെ നമ്മുടെ ഹൃദയത്തിൻ്റെ പലകയിൽ അത് പണിതെടുക്കും. കർത്താവ് പറഞ്ഞു, നിന്റെ ഹൃദയത്തെ ഞാനൊരു പുതിയ ഹൃദയമാക്കി മാറ്റാമെന്ന്. ദൈവം നമ്മുടെ ഹൃദയത്തെ പണിതെടുത്തു. പാപത്തിൻ്റെ ബീജമുണ്ടായിരുന്ന ഹൃദയത്തെ, അത് ഓടിക്കൊണ്ടിരുന്ന ആ ഹൃദയത്തിൽ, ജീവന്റെ ഉത്ഭവം ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ നിന്നാണ് ജീവനാകുന്ന രക്തത്തെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലേക്കും എത്തിക്കുന്നത്. അവിടെ അശുദ്ധമായി കഴിഞ്ഞാൽ, ഉറവ പാപമായി കഴിഞ്ഞാൽ ശരീരത്തിൽ കൂടി ഒഴുകുന്നത് പാപമാകുന്ന മരണത്തിലേക്കുള്ള നിത്യമരണത്തിലേക്കുള്ളതാണ് ഒഴുക്ക് മുഴുവൻ. എന്നാൽ യേശു ക്രിസ്തു മുഖാന്തരമായി നമ്മുടെ അകത്ത് ക്രിസ്തുവിൻ്റെ വചനം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയമാകുന്ന ഉറവയെ ജീവന്റെ ഉത്ഭവത്തിൽ ദൈവത്തിൻ്റെ പണി നടത്തി ശുദ്ധമാക്കി. അതുകൊണ്ടാണ് നമ്മളിൽ ജീവന്റെ രക്തം വ്യാപരിക്കുന്നത് പറയും. അപ്പോൾ ഈ രക്തം അത് പാപപങ്കലമായി തീർന്നതാണ്. എന്നാൽ ക്രിസ്തുയേശുവിൻ്റെ രക്തം നമുക്ക് രണ്ടാണ്. ഒന്ന്, ഈ ലോകത്തിൻ്റെ ജീവിതത്തിൽ നമുക്കൊരു അവസാനമുണ്ട്, അത് നമ്മുടെ ഹൃദയം നിലയ്ക്കുമ്പോൾ നിന്നു പോകും. എന്നാൽ ഈ ഹൃദയം നിലച്ചാലും, ഈ ജീവൻ നിലച്ചാലും നിലയ്ക്കാത്ത ഒരു ജീവന്റെ ഒരു ശക്തി മനുഷ്യനിൽ വ്യാപരിക്കുന്നുണ്ട്. അതെല്ലാവരിലുമുണ്ട്. പാപിയായ മനുഷ്യനുമുണ്ട്, നീതിമാനായ മനുഷ്യനിലുമുണ്ട്. അത് മനുഷ്യൻ നിത്യനായിട്ടുള്ളതാണ്. ആ അകത്തെ മനുഷ്യനിൽ പണിയില്ലാതെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വീണ്ടും ജനനമാകുന്ന ദൈവികമായിരിക്കുന്ന വചനത്താലുള്ള വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യനായ പഴയ മനുഷ്യൻ പഴയതുപോലെ തന്നെ അവൻ മരിച്ചു കഴിഞ്ഞാൽ നിത്യനരകാഗ്നിയിലേക്ക് അവനെ പോവുകയുള്ളൂ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടെ ഹൃദയത്തെ ദൈവത്തിനായി ഏൽപ്പിച്ചു കൊടുത്താൽ അകത്തെ ആത്മാവിൻ്റെ മനുഷ്യനെ ദൈവം പണിയും. അതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് രേഖപ്പെടുത്തുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കാൻ പോകുന്നത്.
ആ വചനം നിത്യമാണ്. അതുകൊണ്ട് വാഗ്ദത്തങ്ങൾ നിത്യമാണ്. അത് എത്രമാത്രം നാം ഹൃദയത്തിൽ സംഭരിക്കുന്നുവോ, അതിനെ ഉൾക്കൊള്ളുന്നുവോ, അതിനെ അനുസരിക്കുന്നുവോ, പ്രാപിക്കുന്നുവോ, അതനുസരിച്ചാണ് നമ്മുടെ തേജസ് നിർണ്ണയിക്കപ്പെടുന്നത്. എത്രമാത്രം നാം ദൈവവചനത്തെ കേൾക്കുന്നു, അനുസരിക്കുന്നു, ജീവിക്കുന്നു എന്നതിൻ്റെ തോതനുസരിച്ചാണ് നമ്മുടെ തേജസ്സും വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വചനം വായിക്കണം, വായിച്ച് കേൾപ്പിക്കണം, ഇത് പ്രമാണിക്കണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ദിവസങ്ങളിൽ നമ്മുടെ സ്നേഹം വർദ്ധിക്കണമെങ്കിൽ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനിടയാത്തണം. അപ്പോൾ അകത്തും പുറത്തും എഴുതിയതിൻ്റെ ഉദ്ദേശം മനസ്സിലായല്ലോ. അകന്നുപോയ മനുഷ്യനെ അടുപ്പിക്കുവാൻ കുത്തനാന ക്രിസ്തു മാത്രമേ ഇരുപുറത്തുമായി നിൽക്കുകയുള്ളൂ. അത് വചനത്തെ കാണിക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഭാഗത്ത് ശിക്ഷയാണെങ്കിൽ മറുഭാഗത്ത് രക്ഷയുണ്ട്. അപ്പൊ രക്ഷയും ശിക്ഷയും വെളിപ്പെടുത്തുന്ന ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു മധ്യഭാഗത്തുള്ളപ്പോൾ നമുക്ക് ആ രണ്ടു ഭാഗത്തും എഴുതിയതിൽ നിന്ന് ദൈവകൃപയാൽ ക്രിസ്തുവേശുവിനെ നാം സ്വീകരിച്ചപ്പോൾ നമ്മുടെ അകത്തുള്ള ക്രിസ്തുവേശുവിൻ്റെ വചനത്തിൻ്റെ പ്രവൃത്തി മുഖാന്തരമായി ശിക്ഷയ്ക്കാകാമായിരുന്ന നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ നീതിയുടെ അവയവങ്ങളാക്കി മാറ്റിയെടുത്തത് യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തി മുഖാന്തരമാണ്. അപ്പം നമ്മുടെ അകത്തും പുറത്തും ഒരുപോലെ ദൈവവചനത്തിൻ്റെ ശക്തി വെളിപ്പെടും. അതാണ് ഇവിടെ അകത്തും പുറത്തുമുള്ളതെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. മധ്യസ്ഥനായിരിക്കുന്ന ക്രിസ്തു മുഖാന്തരം അല്ലാതെ ആർക്കും നീതീകരിക്കപ്പെടുവാൻ കഴിയത്തില്ല. അപ്പോൾ ക്രിസ്തുവേശു എന്ന സാക്ഷാൽ നീതിമാനായവന് മാത്രമാണ് ദൈവരാജ്യത്തിലേക്കൊരുവനെ അഥവാ ദൈവത്തിലേക്ക് ഒരുവനെ സ്വീകരിക്കണമോ തള്ളിക്കളയണമോ എന്ന് തീരുമാനിക്കുവാൻ അധികാരമുള്ളത് യേശു ക്രിസ്തുവിന് മാത്രമാണ്. അവിടെ കർത്താവ് പറഞ്ഞത്, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നില്ല. അപ്പോൾ അവൻ ഏക മധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് ക്രിസ്തു മുഖാന്തരമല്ലാതെ നമുക്ക് മറ്റൊരു മാർഗമില്ല. അതാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമുക്ക് പറയണം, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥതയ്ക്ക് വന്ന സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകലത്തെയും ഒന്നാക്കി ചേർക്കുന്ന കർത്താവേ, നീ മധ്യസ്ഥനായി വന്നതുകൊണ്ട് എൻ്റെ അകത്തും പുറത്തും ഒരുപോലെയുള്ള പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക, നമ്മെ അനുദിനം ശുദ്ധമാക്കിക്കൊണ്ടിരിക്കുക, നമ്മെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുക. ആ വചനമാണ് നമ്മുടെ അകത്തെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇവിടെ അകത്തും പുറത്തുമുള്ള ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അകത്തും പുറത്തും രേഖപ്പെടുത്തിയിരിക്കുന്നതിനെ കുറിച്ച് ദൈവത്തെ അടുപ്പിക്കുന്ന അഥവാ നിരപ്പാനുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടെ ആയിരുന്നു പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ശുശ്രൂഷകൾ ദൈവം ഭൂമിയിൽ സ്ഥാപിച്ചത്. ദൈവം സ്ഥാപിച്ച ശുശ്രൂഷയുടെ ഉദ്ദേശം അതായിരുന്നു, അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുക. അതാൽ പഴയ നിയമം നിഴലും പുതിയ നിയമം ക്രിസ്തുവേശുവിനാൽ പൊരുളുമായി തീരുവാനിടയാത്തീർന്നു. സ്വർഗീയസിംഹാസനത്തിൻ്റെ കയ്യിൽ ഇരുവശത്തും എഴുത്തുള്ളതായ ആർക്കും തുറപ്പാൻ കഴിയാത്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ് എന്നുള്ളത് അത് പൊട്ടിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്. എന്നാൽ അത് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി അകന്നു പോകുന്നവരെ ന്യായവിധി ലക്ഷ്യമാക്കി ഭൂമിയിൽ നിറവേറപ്പെടാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രക്ഷയുടെ ഉദ്ദേശം പിതാവാം ദൈവം തൻ്റെ പുത്രനെ അയച്ചപ്പോൾ അത് അകത്തും പുറത്തും എഴുത്തുള്ളതായിരുന്നു. ഈ ഇവിടെ അകത്തും പുറത്തുമുള്ള എഴുത്ത് പിതാവാം ദൈവം വലം കൈ പിടിച്ചിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരെ ശിക്ഷിക്കാനുള്ള ന്യായാധിപതിയും യേശു ക്രിസ്തു ആകുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ്. ഈ പുസ്തകം തുറക്കുമ്പോൾ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ആ സമയത്തുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഇവിടെ ആരംഭം കുറിക്കുന്നത്. അപ്പോൾ അതിനുള്ള ബന്ധത്തിലാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് എന്നാണ് തുറക്കുന്നുള്ളത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അങ്ങ് തുറക്കുകയല്ല ചെയ്യുന്നത്. ഇതൊക്കെ സ്വർഗത്തിലെ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. എപ്പോൾ തുറക്കുന്നു എന്നുള്ളത് നമ്മളതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഈ പുസ്തകം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ അകത്തും പുറത്തും എഴുതിയിരിക്കുന്ന പുസ്തകം കണ്ടു. അത് തുറന്നു വായിപ്പാനെങ്കിലും നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായി കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ എഴുത്ത് മുദ്ര കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. ദൂതൻ അവിടെ ഘോഷിക്കുകയാണ്. ഈ പുസ്തകം തുറക്കാനോ അത് നോക്കുവാനോ ഇത് തുറന്നു നോക്കുവാനോ മുദ്ര പൊട്ടിപ്പാനോ ഈ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല.
അപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴെന്ന് പറയുമ്പോൾ പർദീസയിലും ഭൂമിയിലും ഭൂമിയുടെ കീഴിലും ആർക്കും കഴിഞ്ഞില്ല എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. എന്നാൽ ഒരുവൻ സ്വർഗത്തിലുണ്ട്. അവനെ വെളിപ്പെടുത്താതെ മറച്ചിരിക്കുകയാണ്. രക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തിയെങ്കിൽ സ്വർഗത്തിൽ ശിക്ഷിക്കാനുള്ള അഥവാ ലോകത്തിൽ ഇനിയുള്ള ശിക്ഷയുടെ അതിനുവേണ്ടി ന്യായം വിധിപ്പാൻ വേണ്ടി വരുന്ന കർത്താവാം യേശുവിനെ സ്വർഗത്തിൽ വെളിപ്പെടുത്തുന്നത് ആദിജാതന്മാരുടെ സഭ അഥവാ രക്ഷിക്കപ്പെടുന്നവരിൽ ആദ്യഫലമായിത്തീരുന്ന ശ്രേഷ്ഠന്മാരായവർ അവിടെ എത്തിച്ചേരുമ്പോൾ അവരും കൂടി ഒരുമിച്ച് ചെയ്യാനുള്ള ശുശ്രൂഷയാണ് തുറന്നുള്ളത്. അത് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തുവിനെ അവിടെ മാറ്റി നിർത്തിയിരിക്കുന്നത്, വെളിപ്പെടുത്താൻ നിൽക്കുന്നത്. അപ്പോൾ അവനോടുകൂടെ ശുശ്രൂഷിക്കുവാനുള്ള ലോകത്തിലേക്ക് വന്ന് ന്യായവിധി നടത്താനുള്ള സകല അധികാരവും പുത്രന് കൊടുക്കുമ്പോൾ രക്ഷിപ്പാൻ യേശു മാത്രമാണ് വന്നത്. എന്നാൽ ശിക്ഷയോടുള്ള ബന്ധത്തിൽ ലോകത്തിൽ നിന്ന് മനുഷ്യജാതിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട തികവത്വം ചേരുന്ന ആദ്യജാതന്മാരുടെ സഭയും അവനോടുകൂടെ ശുശ്രൂഷ ഉൾപ്പെടുന്നു. അതുകൊണ്ടാണ് അതിനെ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ നിർത്തിയിട്ട് ഈ ആദിജാതന്മാരുടെ സഭയെ പിതാവിനോടും പരിശുദ്ധന്മാരോടും ബന്ധത്തിൽ വെളിപ്പെടുത്തിയിട്ട് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ തുടരുവാനുള്ള ഭൗമിക സംഭവങ്ങൾ മനുഷ്യത്വമുള്ള ബന്ധത്തിൽ ക്രിസ്തുവിനോട് കൂടെ ശുശ്രൂഷ നിർവഹിക്കാനുള്ളവരാണ് ഈ 24 മൂപ്പന്മാരും 4 ജീവികളും അടങ്ങുന്ന ആദിജാതന്മാരുടെ സഭ എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് യേശുവിനെ അവിടെ വെളിപ്പെടുത്താതെ മാറ്റി നിർത്തിയിരിക്കുന്നത്, എന്ന് പറഞ്ഞാൽ മറയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആരുണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ശക്തനായ ദൂതനെയും വിടുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആരെയും കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടിയിലും സ്വർലോകത്തിലോ ഭൂലോക അധോലോകത്തിൽ ആർക്കും ഒരുത്തർക്കും ഇത് ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ ആരുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ആരെയും കണ്ടില്ല എന്ന് വായിക്കുമ്പോൾ തുറന്നു കാണുന്നത് പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായി കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. ദൂതന്റെ ചോദ്യത്തിന് മുമ്പിൽ ആരുമില്ല എന്നത് കാണുമ്പോൾ പറഞ്ഞാൽ യോഹന്നാൻ സ്വർഗീയ ദർശനത്തിലായിരിക്കുകയാണ്. ദൂതൻ അവിടെ വിളിച്ചു പറയുന്ന ശബ്ദം കേട്ടുകൊണ്ട് സ്വർലോകത്തിൽ ഭൂലോകത്തിൽ അധോലോകത്തിൽ ആരുമില്ല എന്നുള്ള നെഗറ്റീവായിട്ട് റിപ്ലൈ ആണ് വരുന്നത്. ആരുമില്ല എന്ന് പറയുമ്പോഴാണ് ദൂതൻ യോഹന്നാൻ ഏറ്റവും അധികമായി കരയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ആത്മവിശ്വത്തിൽ കരയുകയാണ്. അവൻ അന്ന് കരയുകയാണ്. ഇന്ന് സംഭവിച്ച കാര്യമല്ല, അന്ന് സംഭവിക്കാനുള്ള കാര്യമല്ല. അവൻ അന്ന് അത് കണ്ടിട്ട് കരയുന്നത്, അന്ന് കരയുകയാണ്, ആത്മവിശ്വത്തിൽ കരയുകയാണ്. അവന് ചുറ്റും അവൻ അന്ന് ഏറ്റവും കരഞ്ഞത് സിംഹാസനിക്കുന്നതിൻ്റെ കയ്യിലുള്ള പുസ്തകം വായിപ്പാനോ തുറപ്പാനോ നോക്കുവാനോ ആരെയും കാണായി കൊണ്ടത്രേ. അവൻ്റെ കരച്ചിലിൻ്റെ മറുപടി ഒന്നോണം 24 മൂപ്പന്മാരിൽ ഒരുവൻ അവനോട് കരയണ്ട എന്നും പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ ജയം പ്രാപിച്ചിരിക്കുന്നുവെന്നാണ് അവനോട് അറിയിച്ചത്. അപ്പോൾ ആരുമില്ല എന്നത് കണ്ടുകൊണ്ട് ഇവൻ കരയുന്നത് അന്ന് കണ്ട ദർശനമാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന മൂപ്പന്മാരിൽ ഇവൻ ഉൾപ്പെടുന്നതാണ്. പക്ഷെ അവനത് മനസ്സിലാകുന്നില്ല. അന്ന് അവൻ കാണുമ്പോൾ അത് കരയുകയാണ്. അപ്പോൾ മൂപ്പൻ എന്നോട് കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ അതിൻ്റെ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹൂദാ ഗോത്രത്തിലെ സിംഹമായവൻ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റവനാണ്. അവൻ സാത്താൻ അലറുന്ന സിംഹം എന്ന പോലെ മനുഷ്യനെ വിഴുങ്ങേണ്ടതിന് ചുറ്റിത്തിരിയുമ്പോൾ സാക്ഷാൽ സിംഹമായവൻ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടത് മാനവജാതിയെ മരണമായ സാത്താന്റെ വായിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇതിൽ നിന്നും യഹൂദയുടെ സിംഹം എന്ന പരാമർശത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സാക്ഷാൽ ഈ യഹൂദയുടെ സിംഹമായവൻ, രാജാവായവൻ ആണ് ഈ സിംഹം എന്ന പോലെ അധികാരമുണ്ടെന്ന് പറഞ്ഞ പോലെ ചുറ്റിത്തിരിഞ്ഞ് മനുഷ്യനെ വിഴുങ്ങുന്നവന്റെ കയ്യിൽ നിന്ന് മനുഷ്യനെ വിടിവിച്ചത്. യഹൂദ സിംഹത്തിന്റെ മുമ്പിൽ സാത്താനും സകല ശക്തികളും മുട്ടുമടക്കി ക്രൂശിൽ പരാജയം സമ്മതിച്ചതിനെയാണ് ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് വിളിച്ചിരിക്കുന്നത്, ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 3-ാം നാളിൽ യേശു മരണത്തെ ജയിച്ചുയർത്തുന്നേറ്റ് ജയാളിയായി പൈശാചിക ആധിപത്യത്തിന്റെ സമ്പൂർണ്ണ പരാജയപ്പെടുത്തിക്കൊണ്ട് യേശു ജയാളിയായി സ്വർഗത്തിലുണ്ട്. അപ്പോൾ അത് 2000 വർഷമായി ജയാളിയായി സ്വർഗത്തിൽ
വാണരുളിക്കൊണ്ട് അരുളുകയാണ്. വീണ്ടെടുപ്പ് ബന്ധത്തിൽ ക്രിസ്തുവേശു മരണപുനരുത്ഥാനാണ്. അപ്പം ക്രിസ്തുവേശുവിൻ്റെ മരണപുനരുത്ഥാനത്തോടെയാണ് ഈ ജയാളിയായിരിക്കുന്നവനുണ്ട് എന്ന് ഈ മൂപ്പന്മാരിൽ ഒരുവൻ അവനോട് പറയുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒടുക്കത്തെ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവൻ വ്യാപരിച്ചിരിക്കുന്ന അതേ പുനരുത്ഥാന ശക്തിയാണ് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ജയാളികളുടെ മേലും വ്യാപരിക്കുന്നത്. അതുകൊണ്ട് അവരും ജയാളികളായി സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിനെ കുറിച്ചാണ് നാം ചിന്തിച്ചത്. ഒടുക്കത്തെ ശത്രുവാണ് മരണത്തിന്മേൽ ദൈവപുത്രനുള്ള പരമാധികാരം തന്നെയാണ് ഇവിടെ യഹൂദിയുടെ സിംഹം വെളിപ്പെടുത്തലിലൂടെ വ്യക്തമാക്കുന്നത്. അടുത്ത എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് യഹൂദിയുടെ സിംഹമെന്നാണ്. എന്നാൽ എന്താണ് ഇവിടെ വേര് എന്ന് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ മൂപ്പന്മാർ തന്നെ യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ. അപ്പോൾ യഹൂദാ ഗോത്രത്തിലെ സിംഹം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. എന്നാൽ ദാവീദിന്റെ വേരുമായവൻ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ എന്താണ് വേര് എന്നുള്ളത് നാം ചിന്തിക്കണമെങ്കിൽ അത് അതിൻ്റെ റൂട്ടാണ് മനസ്സിലാക്കുക. റൂട്ട് നമ്മളെല്ലാം എല്ലാ കാര്യം റൂട്ടുണ്ടെന്ന് പറയും. റൂട്ട് ആണ് പറയും. ഇപ്പം പഴയ നിയമം എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത് ഒരു വേര് പറഞ്ഞുകൊണ്ടാണ്. വേരും കൊമ്പും ശേഷിപ്പിക്കാതെ ദഹിപ്പിച്ച് കളയുന്നതിനെ കുറിച്ച് മലാഖയുടെ പ്രസ്തുത ചെയ്ത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും തലടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്തു. വേരും കൊമ്പും എന്ന് പറയുമ്പോൾ കൊമ്പ് തനിയെ ഉണ്ടാകത്തില്ല. കൊമ്പുണ്ടാകണമെങ്കിൽ വേരുണ്ടായിരിക്കണം ആദ്യം. അപ്പോൾ വേരാണ് ഇരുളിൻ്റെ ശക്തിയായി നിൽക്കുന്നത്. അപ്പോൾ അത് പറയുകയാണ് വേരും കൊമ്പും എന്ന് പറഞ്ഞാൽ വേരോടെ വേരോടെ പിഴുതു കളഞ്ഞെന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണത്. എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും അത് വരത്തില്ല. ചൂള കത്തുന്ന ദിവസം ഒടുക്കത്തെ നാളിൽ സാത്താനെ വേരോടെ പിഴുത് അവനെ നിത്യനിര തള്ളിക്കളയും. ചൂള പോലെ കത്തുന്ന ദിവസം വരും. അഹങ്കാരികളൊക്കെ താടിയാകും. വരുവാനുള്ള ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു എന്ന് പറഞ്ഞാൽ റൂട്ടായിരിക്കുന്ന അതിന് കാരണമായിരിക്കുന്നവനെ ഒരു രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ രോഗത്തിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം എന്ന് പറയും. അതിൻ്റെ വേര് കണ്ടുപിടിക്കണം. വേര് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചികിത്സ എളുപ്പമാണ്. അപ്പോൾ ഇവിടെയും ഈ റൂട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് വേരാണ്. അപ്പം അതാണ് അതിനെ ചുമന്ന് നിർത്തിയിരിക്കുന്നത്. അതിന് വേണ്ടത് എല്ലാം കൊടുക്കുന്ന വേരാണ്. ആ വേരിനെ കുറിച്ചുള്ളത് എന്താണെന്ന് രാത്രി നമ്മളൊന്ന് മനസ്സിലാകുന്നത് ഈ ഒലിവുമരത്തോടുള്ള ബന്ധത്തിലുള്ള അതും കൂടി ഒന്ന് മനസ്സിലാകുന്നത്. നമ്മളെ കാട്ടൊലിവായിരിക്കുന്നതിനോട് ചേർത്ത് ഒട്ടിച്ചെന്നൊക്കെ പറയുമ്പോൾ നമ്മളത് എന്താ കാട്ടൊലിവ എന്നെ നാട്ടൊലിവിനോട് ചേർത്ത് ഒട്ടിച്ചല്ലോ എന്ന് പറയുമ്പോൾ ഈ ഒലിവ് കാണിക്കുന്ന പഴയ വിശുദ്ധന്മാരെയാണെന്ന് വെളിപ്പെടുത്തുമ്പോൾ ഇതെങ്ങനെ യോജിക്കുമെന്നുള്ള ചോദ്യം വരാം അല്ലേ? നമ്മളെ പഠിപ്പിക്കുമ്പോൾ 2 ഒലിവ് മരം 2 നിലവിളക്കെന്ന് പറയുമ്പോൾ കാട്ടൊലിവ എന്നെ അതിൻ്റെ കൊമ്പുകൾ ചില ഒടിച്ചിട്ട് നാട്ട് ഒലിവിനോട് ഒട്ടിച്ച് ചേർന്ന് പറയുമ്പോൾ നാട്ടൊലിവിനെ കുറിച്ചേ പലർക്കും അറിയത്തുള്ളൂ. അല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന നാട്ടൊലിവിൻ്റെ ഒലിവല്ല അവിടെ പ്രത്യേകത പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് വേരിനാണ് പ്രാധാന്യത കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒലിവിനാണ് പലരും പ്രാധാന്യത കൊടുക്കുന്നെങ്കിൽ ഈ പ്രാധാന്യത പഴയ നിയമത്തിൻ്റെ വ്യവസ്ഥയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ നിയമത്തിൽ മനസ്സിലാക്കേണ്ടത് അത് ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുമ്പോൾ വേരെന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കണം. വേരെന്നുള്ളത് ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കിയെടുത്താൽ നമുക്ക് ഒരുപാട് സംശയങ്ങൾ മാറും. വേരും കൊമ്പും എന്ന് പറയുമ്പോൾ വേരെന്താണെന്നുള്ളത്. അപ്പം നമ്മൾ ഈ റോമക്കഥ ലേഖനം വായിക്കും, ഞാൻ അതിലേക്ക് വരും. അപ്പം ഇവിടെ മറ്റൊരു ഭാഗം കൂടെ എബ്രായ ലേഖനം 12-ാം അധ്യായം എന്ന് പറയുന്നത് ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കൈപ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടായി. കൈപ്പുള്ള വേരാദ്യം മുളയ്ക്കും എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ അകത്തുനിന്നത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് കൊമ്പായി വെളിയിൽ വരും. കൈപ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വേരെന്ന് പറയുമ്പോൾ ഇതാണ് ആദ്യം മുളയ്ക്കുന്നത്. വല്ല കൈപ്പുള്ള വേരും മുളയ്ക്കും എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ അകത്ത് ദുഷ്ടചിന്തകൾ മുളച്ച് കഴിയുമ്പോൾ വേര് പൊട്ടിപ്പുറപ്പെട്ടു. ആ വേരെന്ത് ചെയ്യും? അത് മുളച്ച് കലക്കമുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ടാണ് വേരെന്ന് പറയുമ്പോൾ അതാണ് റൂട്ട്, അതാണ് അതിൻ്റെ കാരണം. ആ ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ദൈവമോ കലക്കത്തിൻ്റെ ദൈവമല്ല, സമാധാന ദൈവമാണ്. എന്നാൽ ഈ ലോകത്തെ ദൈവം കൈപ്പുള്ള വേരും അവനിൽ നിന്ന് ഉളവാകുന്ന ഫലം മലിനതയും അസമാധാനവുമാകുന്നു. അപ്പോൾ ഈ ലോകത്തിൻ്റെ ദൈവം കൈപ്പുള്ള വേരാണ് എന്ന് പറഞ്ഞാൽ പിശാച് സാത്താൻ കൈപ്പുള്ള വേരാണ്. ഈ സാത്താൻ ആരിൽ പ്രവേശിച്ചാൽ ആ റൂട്ട് ആ വേര് ഉണ്ടായിക്കഴിഞ്ഞാൽ കലങ്ങിപ്പോകും. അവിടെ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്ന മലിനതയായിരിക്കും, അസമാധാനമായിരിക്കും. എന്നാൽ
ചിലർക്കും ഒരു നാളും സമാധാനമുണ്ടാകാതെ ആയുസ്സിന് നാളെല്ലാം ഈ ഒരു രീതിയിലായിരിക്കും അവർ ജീവിക്കുന്നത്. വല്ലാത്തൊരു അസമാധാനത്തിൽ, അസ്വസ്ഥതയിൽ. പ്രിയപ്പെട്ടവരെ, ഈ കയ്പുള്ള വേര് മുളച്ചു കഴിഞ്ഞാൽ സമാധാനമുണ്ടാകത്തില്ല, അസ്വസ്ഥയായിരിക്കും. എന്നാൽ ജീവന്റെ വേരായിരിക്കുന്ന ക്രിസ്തുയേശു നമ്മളിൽ മുളച്ചു കഴിഞ്ഞാൽ നമ്മളത് ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ് തുടർന്ന് നമുക്കിവിടെ പഠിക്കാൻ സാധിക്കുന്നത്. അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ദാവീദിന്റെ വേരായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ദാവീദിനെ എല്ലാവർക്കും അറിയാം, പക്ഷെ എന്നാൽ വേരിനെ ആർക്കും അറിയത്തില്ല. ഇസ്രായേലിന് ദാവീദിനെ അറിയാം, ഗോത്രങ്ങൾ ദാവീദിനെ അറിയാം, എന്നാൽ ദാവീദിന്റെ വേരായവനെ അറിയത്തില്ല. അതവർക്ക് മറഞ്ഞിരിക്കുകയാണ്. അതേക്കുറിച്ച് റോമക്കെതിരെ 11-ാം അധ്യായം അതിൻ്റെ 16, 18 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനത്തിൽ നിന്ന് വേര് എന്താകുമെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കത് മനസ്സിലാക്കിയെടുക്കണം. നമ്മളൊക്കെ കാട്ടൊലിവായ നമ്മെ നാട്ടൊലിവിനോട് ഒട്ടിച്ചു ചേർത്തുനിന്ന് വായിക്കുമ്പോൾ നാം നാട്ടൊലിവിൻ്റെ ഫലമായി തീർന്നാണ് പലരും ചിന്തിക്കുന്നത്. അല്ല, നാം നാട്ടൊലിവിൻ്റെ ഫലമായിട്ടല്ല തീർന്നത്. നാട്ടൊലിവിൻ്റെ ഫലം എന്ന് പറയുന്നത് പഴയ നിമിഷത്തന്മാരാണ്, അതിൻ്റെ ഫലമായിട്ടല്ല തീർത്തത്. ഇവിടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ആദ്യ ഭാഗം 11-ാം അധ്യായം 16, 18. ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടവും മുഴുവനും അങ്ങനെ തന്നെ. വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവു മരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു. നാം ഒലിവു മരത്തിനല്ല, ഒലിവു മരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു. അപ്പോൾ പഴയ നിയമത്തിൽ മറഞ്ഞിരുന്ന വേരായിരിക്കുന്ന ക്രിസ്തു, അതാണ് ദാവീദിന്റെ വേരെന്ന് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കണമേ, നമ്മളെ ഒരിക്കലും ഈ ഒലിവു മരത്തിൻ്റെ നോടല്ല ദൈവം ബന്ധിച്ചിരിക്കുന്നത്. നമ്മളെ അവരോട് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ നിന്ന്, ഇസ്രായേലിൽ നിന്ന് ദൈവം എടുത്ത് അവരും ക്രിസ്തുയേശുവിനാലുള്ളവരെയും പുതിയ നിയമത്തിൻ്റെ ആൾക്കാരെയും ചേർത്ത് ഒട്ടിച്ചിരിക്കുന്നത് എന്തിൻ്റെ ഫലമായി തീരുവാൻ വേണ്ടിയാണ്? വേരിന് പങ്കാളിയായിട്ടും. ഈ വേരിനെ കുറിച്ചാണ് ദാവീദിന്റെ വേരെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറയാണ് പങ്കാളി തരുന്നു. എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്, പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല പ്രശംസിക്കുന്ന, നീ വേരിനെയല്ല, വേർ നിന്നെ അത്രേ ചുമക്കുക എന്നോർക്കുക. അപ്പോൾ നമ്മളെ പുതിയ നിയമവിശ്വാസികളെ ഒട്ടിച്ചിരിക്കുന്നത് കാട്ടൊലിവിനോടല്ല. അപ്പോൾ കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാക്കി തീർത്തിട്ട് ഈ ഫലം തരുന്നത് ഒലിവുമരത്തിൻ്റെ ഫലമല്ല നൽകുന്നത്. കാട്ടൊലിവായ നിന്നെ അവയുടെ ഒട്ടിച്ചു ചേർത്ത് ഒലിവുമരത്തിൻ്റെ ഫലമല്ല, ഒലിവുമരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായിട്ട്. അണ്ടർലൈൻ ചെയ്തേക്കണം, എല്ലാവരും മനസ്സിലാക്കിയെടുക്കണം ഈ സത്യം. അപ്പം കാട്ടൊലിവായ എന്നെ നാട്ടൊലിവിനോട് ഒട്ടിച്ച് അതിൻ്റെ അതിൻ്റെ ഫലത്തിന് ഉടമയാ നമ്മളെ അവകാശിയാക്കില്ല തീർത്തത്, അതിൻ്റെ വേരിന് പങ്കാളിയായിട്ട് വന്നു. പഴയ നിയമവിശുദ്ധന്മാർക്ക് അറിയത്തില്ലായിരുന്നു യേശു ആരാന്നുള്ളത്. എന്നാൽ ഇത് പറയാണ്, വേർ നിന്നെ അത്രേ ചുമക്കുക എന്ന് ഓർക്കുക. വേർ വിശുദ്ധമെങ്കിൽ, തടിയല്ല, ഈ തടി വിശുദ്ധം എന്നല്ല പറയിക്കുന്നത്, വേരാണ് ഇതിനെ ചുമക്കുന്നത്. അതുകൊണ്ടാണ് ദാവീദിന്റെ വേരെന്ന് പറയുമ്പോൾ പുതിയ നിയമവിശ്വാസി ഒട്ടിച്ചിരിക്കുന്നത്, എൻ്റെ കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞിട്ട് ഒട്ടിച്ചേർത്തിരിക്കുന്നത് ഫലപ്രദമായ വേരിന്, അഥവാ ക്രിസ്തുയേശുവിന് പങ്കാളിയാക്കി തീർക്കാൻ വേണ്ടിയാണ്. ഇനി 2 ഒലിവുമരത്തെക്കുറിച്ചും 2 നിലവിളിനെക്കുറിച്ചും സെക്രട്ടറി 4-ാം അധ്യായവും വെളിപ്പാട് ദിവസം 11-ാം അധ്യായം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകത്തില്ലല്ലോ. പക്ഷേ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ചില ചിന്തകൾക്ക് മാറ്റം വരണം. എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നുള്ളത് മനസ്സിലാക്കണം. ദാവീദിന്റെ വേരെന്ന് പറയുമ്പോൾ, യഹൂദാ ഗോത്രത്തിന്റെ സിംഹം എന്ന് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അവൻ സിംഹമാണ്, യഥാർത്ഥത്തിൽ സിംഹമാണ്. അവനുള്ളത് കൊണ്ടാണ് അവൻ രാജാവാണ്. അവൻ സകലത്തെയും കീഴ്പ്പെടുത്തുന്ന രാജാതിരാജാവാണ്. സാത്താനെ അവൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തി അവൻ സിംഹമായി അവൻ എന്നേക്കും നിലകൊള്ളുന്നു. അവൻ ജയാളിയാണ്. വേരെന്ന് പറയുമ്പോൾ, ഫലപ്രദമായിരിക്കുന്ന വേരെന്ന് പറയുമ്പോൾ അവനിൽ കായ്ക്കുന്നത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒലിവു മരം നിൽക്കുന്നതും വേരിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് പഴയ നിയമത്തിന് അറിയത്തില്ല. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മെ ഒലിവു മരത്തോടല്ല നമ്മൾ ഫലം കായ്ക്കുന്നത്. അപ്പോൾ കാട്ടൊലിവായ നിന്നെ
അവയിടയിൽ ഒട്ടിച്ച് ചേർത്തു എന്ന് പറഞ്ഞാൽ കൊമ്പുകളിൽ ചിലത് ഒടിച്ചു കളഞ്ഞു. കൊമ്പുകളിൽ ചിലതെന്ന് പറഞ്ഞാൽ ഈ പഴയ നിയമത്തിലുണ്ടായിരുന്ന അതിനെ അവിടെ വലിയ ഇലകളോട് നിന്നതാണ്. അതിനെ ഒടിച്ചു കളഞ്ഞിട്ട് ഫലപ്രദമല്ലാതായി കണ്ടു കഴിഞ്ഞപ്പോൾ ഒടിച്ചു കളഞ്ഞിട്ട് ഫലം കൊടുക്കുന്ന നമ്മെ ഈ ക്രിസ്തുയേശു ആകുന്ന വേരിനോട് ഒട്ടിച്ചു ചേർത്തെന്നാണ് പറയുന്നത്. അതിനോട് നമ്മളെ ഒട്ടിച്ച്, അപ്പോൾ അവരോട് നമ്മളെ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഈ പഴയ നിയമത്തിലുള്ള വിശുദ്ധന്മാരിൽ നിന്നാണ് സഭയുടെ തുടക്കമിടുന്നത്. നമുക്കറിയാം, യഹൂദന്മാരുടെ ഇടയിൽ നിന്നാണ് ദൈവം സഭയെ സ്ഥാപിച്ചത്. രക്ഷയൂതന്മാരുടെ ഇടയിൽ നിന്നാണ് വന്നത്. അതുകൊണ്ടാണ് ആ ഒലിവിനോടുള്ള ബന്ധത്തിൽ കൊണ്ടുവന്നിട്ട് പറയുകയാണ്, നാം ഫലം കൊടുക്കുന്നത് ഫലപ്രദമായിരിക്കുന്ന വേരിനോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വേറാണ് വിശുദ്ധമായിട്ടുള്ളത്, ഒലിവ് മരമല്ല വിശുദ്ധമായത്. അതുകൊണ്ട് പറയുന്നത് ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ഡം മുഴുവനും അങ്ങനെ തന്നെ, വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ വേർ വിശുദ്ധമാണെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ ആകണം. പക്ഷേ എല്ലാ കൊമ്പുകളും വിശുദ്ധമല്ലാത്തതുകൊണ്ടാണ് ഒടിച്ചു കളഞ്ഞത്. വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകൾ അങ്ങനെ. പഴയ നിയമത്തിൽ വേരാകുന്ന ക്രിസ്തു വെളിപ്പെട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ശരിയായ രീതി വളരാൻ കഴിയും. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ കൃപയാൽ വേരാകുന്ന ക്രിസ്തുവിൽ നാം ആയതുകൊണ്ട് നാം ആകുന്ന കൊമ്പുകൾ അത് ഫലം കായ്ക്കുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ റൂട്ട് ചെയ്തിരിക്കുന്ന, പറഞ്ഞാൽ അടിസ്ഥാനപ്പെട്ട് വളരുന്നവർക്ക് മാത്രം. വേരെന്ന് പറയുന്ന ഉദ്ദേശം അതാണ്, അടിസ്ഥാനമിട്ടിരിക്കുന്നത്. ക്രിസ്തു എന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊരു അടിസ്ഥാനമില്ല. അത് പഴയ നിയമമാകട്ടെ പുതിയ നിയമമാകട്ടെ എന്തുമാകട്ടെ, മനുഷ്യനെ ശുദ്ധീകരിച്ച് അവനെ നീതീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത് വേരാകുന്ന ക്രിസ്തുവാണ്. വേരാണ് പഴയ നിയമത്തിൻ്റെ ഒലിവ് മരത്തെയും പുതിയ നിയമത്തിൻ്റെ നിലവിളക്കുകളെയും ചുമക്കുന്നത്. അപ്പം അതുകൊണ്ട് അവരെ ഒന്നാക്കി ചേർക്കുക എന്ന കാലവ്യവസ്ഥയുടെ സമ്പൂർണ്ണതയ്ക്ക് വേണ്ടി ദൈവമായ കർത്താവ് നഗരം പണിയപ്പെടുമ്പോൾ ഈ ഒലിവുമരമാകുന്നതും അതിനോട് ബന്ധപ്പെട്ട മതിലുകളും ഗോപുരങ്ങളും ഉണ്ടാകുമ്പോൾ, അതിനോട് ബന്ധപ്പെട്ട് ഒന്നാക്കി ചേർക്കുന്ന വ്യവസ്ഥയിൽ നിൽക്കുമ്പോൾ, പേരിന് പങ്കാളിയായി തീർന്ന അതിവിശുദ്ധന്മാരിൽപ്പെടുന്ന ആദിജാതന്മാരുടെ സഭ മന്ദിരത്തോടുള്ള ബന്ധത്തിലും നഗരത്തോടുള്ള ബന്ധത്തിലും വേരിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും. അതിനോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും ഒലിവുകളാകുന്ന ഒലിവ് മരത്തിൻ്റെ ഫലം കായ്ക്കുന്നവർ. ഇതാണ് ഇവിടെ രേഖ. ഇപ്പോൾ വേരിൻ്റെ പ്രാധാന്യത മനസ്സിലായല്ലോ, വേറെന്നുള്ളത്. ഇപ്പം ദാവീദിൻ്റെ വേറെന്ന് വായിക്കുമ്പോൾ വേരിനേക്കാൾ പ്രാധാന്യം ദാവീദിനാണ് സ്വാഭാവികമായി എല്ലാവരും കൊടുക്കുന്നത്. വേരിനെ ആരും കാണത്തില്ല. ഒരു മരം നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് മരത്തെ കാണുകയുള്ളൂ, അതിൻ്റെ വേരിനെ ആരും കാണത്തില്ല. ഇതിൻ്റെ ക്രിസ്തു വേരിനോടുള്ള ഇപ്പം ഇവിടെ പ്രവേശിക്കുമ്പോൾ അത് വെളിപ്പെടുന്നത് ഇസ്രായേൽ ജനത്തിന് അന്നും ഇന്നും വേരിനോടായിരുന്നില്ല, ഒലിവുമരത്തിന് കൊമ്പോളോടായിരുന്നു അവർക്ക് താല്പര്യമുണ്ടായിരുന്നത്. അവർക്ക് ഒലിവുമരത്തെയും പഴയ നിയമത്തെയും ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് മോശയും ദാവീദിനെയും ഒക്കെ അവർ അംഗീകരിക്കുന്നത് പറയുകയും അവരെല്ലാം ചുമക്കുന്ന സാക്ഷാൽ വേരായ വചനമാകുന്ന നസനായ യേശു എന്ന വചനമാൻ ദൈവത്തെ അവർ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നത്. ഇന്നുവരെ അവർക്ക് വേറെ മനസ്സിലായിട്ടില്ല, ഇതിൻ്റെ റൂട്ട് മനസ്സിലായിട്ടില്ല, ആരാണ് വഹിക്കുന്നത് മനസ്സിലായിട്ടില്ല, ആരാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, അബ്രഹാമിനെ സൃഷ്ടിച്ചത് ആരാണ്, ഇസ്ഹാക്കിനെ സൃഷ്ടിച്ചാണ്, യാക്കോബിനെ സൃഷ്ടിച്ചത് ആരാണെന്നുള്ള വേര് അവർക്ക് മനസ്സിലായിട്ടില്ല. ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്ന വേരിനെ കാണുക എന്നത് മതപര പാരമ്പര്യത്തിലുള്ളവർക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ മറഞ്ഞിരിക്കുന്ന വേര് കാണുക എന്നുള്ളത് മതപാരമ്പര്യങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് വേഗത്തിൽ കാണാൻ കഴിയത്തില്ല. ഈ വേര് കണ്ടെത്തണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതിനെ കണ്ടെത്തുവാനുള്ള കൃപയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പോൾ ക്രിസ്തു വേരിനോടുള്ള ബന്ധത്തിലാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഒലിമരത്തിലെ കൊമ്പ് യഹൂദന്മാരുള്ള ബന്ധത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സാക്ഷാൽ മുന്തിരിവള്ളിയും കൊമ്പുകളുമാണ്. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നാൽ പഴയ നിയമത്തോടുള്ള ബന്ധത്തിൽ സഭ എന്താകുന്നു എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് റോമർക്കെഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അവിടെ ഒലിവ് മരത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോഴും പറയുകയാണ്, അതിൽ ചിലതിനെ ഒടിച്ചു കളഞ്ഞു, എന്നിട്ട് നീ ഞെളിയാതെ ഭയപ്പെടുക എന്ന് പറയുകയാണ്. നീ ഒടിച്ചു കളഞ്ഞെങ്കിൽ നിന്നെയും ഒടിച്ചു കളയും, വേണേൽ മാറ്റിക്കളയാം. എന്നിട്ടത് അതിനോട് വേരിനോട് ബന്ധത്തിൽ വരുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. നമ്മളെ മുന്തിരിയോടും കൊമ്പുകളോടുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തി. പഴയ നിയമത്തിൽ ഇവർക്ക് അജ്ഞാതമായിരുന്ന മറിഞ്ഞിരുന്ന വേരിനോടുള്ള ബന്ധത്തിലാണ് ക്രിസ്തു വെളിപ്പെടുത്തിയത്. നമ്മെ ഒട്ടിച്ചു ചേർത്തിരിക്കുന്നത് ഒലിവ് മരത്തോടല്ല,
നമ്മെ ഒട്ടിച്ചിരിക്കുന്നത് നമ്മളെ ഫലം കായ്ക്കുന്ന വേരിനോടാണ് പങ്കാളി. ഒലിവ് മരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായിട്ട് വന്നു. അപ്പോൾ പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തത പുതിയ നിയമത്തിൽ. ഇപ്പം ഈ വചനം വായിച്ച് അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം വ്യാഖ്യാനിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്കതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. പിന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൻ്റെ അകത്ത് മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ ഒരു വാക്കിൻ്റെ അകത്തായിരിക്കും ഇരിക്കുന്നത്. അത് അത്രമാത്രം നിഗൂഢമാണ്. അത് ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നില്ല എങ്കിൽ നമുക്ക് പുറമേയുള്ളത് മാത്രമേ വ്യാഖ്യാനിക്കുവാനും പഠിക്കുവാനും കഴിയത്തുള്ളൂ. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ നാം പുറമേയുള്ളതിനെ അല്ല കാണുന്നത്, ഇസ്രായേലിനെ അല്ല കാണുന്നത്, നാം പഴയ നിയമ വിശുദ്ധന്മാരെ അല്ല കാണുന്നത്. അവരെല്ലാം ചുമന്നു നിൽക്കുന്ന മനുഷ്യവംശത്തിന്റെ പാപത്തെ ചുമന്ന വേരാകുന്ന കുഞ്ഞാടിനെയാണ് കാണുന്നതിനെയാ പറഞ്ഞത് ദാവീദിന്റെ വേരുമായവെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മെ ഫലപ്രദമായിരിക്കുന്ന ക്രിസ്തുവാകുന്ന വേരിനോട് പങ്കാളിയാക്കി തീർത്തു പുതിയ നിയമ വിശ്വാസികളെ. ഈ മർമ്മം മനസ്സിലായി വിചാരിക്കുന്നു. ഇത് ഗ്രഹിച്ചെടുക്കണം, മനസ്സിലാക്കി എടുക്കണം. ഇന്നും പഴയ നിയമത്തിലെ അവർക്ക് യേശുവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ദാവീദിനെയും മോശയും പ്രവാചകന്മാരെയൊക്കെ അവർക്കറിയാം. എന്നാൽ അവരെ ചുമന്നിൽക്കുന്ന വിശുദ്ധമായ വേര് ആരാണെന്ന് അവർക്കറിയാം. വിശുദ്ധമുള്ള വേരുള്ള ഒരുവൻ മാത്രമേ ലോകത്തിൽ പിറന്നിട്ടുള്ളൂ, അവനാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ അതാണ് പറയുന്നത്. വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. അബ്രഹാമിന് ജനിച്ചതെല്ലാം വിശുദ്ധന്മാരല്ല. എന്നാൽ അബ്രഹാമിന്റെ സന്തതിയിൽ ദാവീദിന്റെ ഗോത്രത്തിൽ ഒരുവൻ പിറന്നു. അവൻ മാത്രമാണ് വിശുദ്ധിയുടെ പേരുള്ളവൻ, പിതാവിൽ നിന്ന് ജനിച്ചവൻ. അതുകൊണ്ടാണ് അവന്റെ ജനവുമായുള്ള ബന്ധത്തിൽ അവനെ വിശുദ്ധ പ്രജ എന്ന് ലൂക്കോസ് സുവിശേഷത്തിൽ 1-45 പറയുന്നത്. അനാദിയായ സാക്ഷാൽ ദൈവമാണ്. അവനോട് നമ്മെ ഒട്ടിച്ചു ചേർത്തിരിക്കുന്നത്. അവനോടാണ് നമ്മെ ക്രിസ്തുവിനോടാണ് നമ്മെ ഒട്ടിച്ചേർത്ത്. അവന്റെ ഫലപ്രദമായ പഴയ നിയമത്തിൽ മറഞ്ഞിരുന്ന വേരായിരുന്ന ദാവീദിന്റെ വേരായിരിക്കുന്ന ക്രിസ്തുവിനോടാണ് പുതിയ നിയമത്തിൽ ഒട്ടിച്ചു ചേർത്തിരിക്കുന്നത്. അതിനെ പുതിയ നിയമത്തിൽ മുന്തിരിവള്ളിയോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തി. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കായ്ക്കുന്ന കൊമ്പിനെ കുറിച്ച് വെളിപ്പെടുത്തി. അപ്പോൾ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ഒക്കെ ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ച് പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ആരാണ് വേരായവൻ? പഴയ നിയമത്തിൽ വിശുദ്ധന്മാരാരായിരുന്നു? അതിൻ്റെ കൊമ്പുകൾ ആരായിരുന്നു? അതിൽ നിന്ന് എന്താണ് പുതിയ നിയമത്തിൽ നമ്മൾ ആരാണ് എന്നൊക്കെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മളിത് വായിക്കുമ്പോഴും പലപ്പോഴും നമുക്കത് മനസ്സിലാകത്തില്ല. നമ്മൾ വേഗത്തിൽ കാട്ടൊലിവും നാട്ടൊലിവും മനസ്സിലാകുകയുള്ളൂ. വേരെന്നുള്ളത് മറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ വേരായിരിക്കുന്ന ക്രിസ്തുവിനെ പരിശുദ്ധം വെളിപ്പെടുത്തുന്നു. അത് അനേകർക്ക് മറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ദിവസങ്ങളിൽ നമ്മെ ചുമക്കുന്ന വേരായിരിക്കുന്ന ക്രിസ്തുവിനെ നമുക്കിന്ന് രാത്രിയിൽ തിരിച്ചറിഞ്ഞ് അവനോട് ബന്ധപ്പെട്ട് നിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ അനാദിയായ സാക്ഷാൽ ദൈവമാണ്. അവനോട് നമ്മെ ഒട്ടിച്ചു ചേർത്തിരിക്കുന്നത് വിശുദ്ധനായ ദൈവത്തിൻ്റെ പുത്രനായവൻ വിശുദ്ധനായതുകൊണ്ട് അവനോടുകൂടി ചേരുന്നവരും വിശുദ്ധന്മാരായവരും യേശു ക്രിസ്തുവാണ് വിശുദ്ധമായ വേർ. അവനിലാണ് നാം ഓരോരുത്തരും പങ്കാളികളായി തീരുന്നത്. രാത്രിയിൽ ഈ സന്ദേശം മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്ന ക്രിസ്തു യേശുവാകുന്ന വേരിന് പങ്കാളികളാകുന്നവരും ഒലിവുമരവും അതിൻ്റെ കൊമ്പുകളാകുന്ന വിശുദ്ധന്മാരുമാണ് എന്നേക്കും നിലനിൽക്കുന്നത്. പറഞ്ഞാൽ ക്രിസ്തു സഭയും ക്രിസ്തു യേശുവും സഭയോട് ബന്ധപ്പെടുന്ന മുന്തിരിവള്ളിയോട് അനുഭവത്തിൽപ്പെടുന്നവരും ഒലിവുമരവും അതിൻ്റെ കൊമ്പുകളും ആയിട്ടുള്ള അതിനെയാണ് ഇവിടെ വെളിപ്പെട്ട ദൈവസ്നേഹത്തിൽ വേരൂന്നി നിൽക്കുന്നവരാണ് ഫലപ്രദമായ വേരിന് പങ്കാളിയായിത്തീരുന്നത്. ദൈവങ്ങൾക്കിടയിൽ കലക്കമല്ല, നിത്യതയോളം നിലനിൽക്കുന്ന ദൈവിക സമാധാനമാണുള്ളത്. അപ്പോൾ ജയാളിയായ ക്രിസ്തു യേശുവിനെ ഇവിടെ യഹൂദ ഗോത്രത്തിലെ സിംഹവും വേരുമായവൻ ആണെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലായതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. ദൈവം വെച്ചാൽ വരുന്ന ആഴ്ച കർത്താവ് വരാൻ താമസിച്ചാൽ നമ്മളിതേക്കുറിച്ച് തുറന്ന് ചിന്തിക്കും. ഇന്ന് രാത്രി നമുക്ക് പറയാം, കർത്താവേ, നീയാണ് എന്നെ ചുമക്കുന്ന വിശുദ്ധമായ വേര്. ഈ ലോകത്തിൽ ആദമിക വംശം മുഴുവനും കലക്കവും പാവവും നിറഞ്ഞവരായിട്ടിരുന്നപ്പോൾ, അവരെ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയാതിരുന്നപ്പോൾ പിതാവാം ദൈവം തൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ വിശുദ്ധ പ്രജയായി ഭൂമിയിലേക്ക് അയച്ചു. അവനാണ് നമ്മെ ചുമക്കുന്നവൻ, സകല മനുഷ്യനെയും ചുമക്കുന്ന, അവൻ്റെ സകല പാപത്തെ ചുമന്നൊഴിവാക്കുന്ന ദൈവകുഞ്ഞാടായവനാണ് വേരായവൻ. അവനോടാണ് ചേർത്ത്
പുതിയ നിയമസഭയെ ചേർത്തൊട്ടിച്ചിരിക്കുന്നത് നാം വേരിന് പങ്കാളിയായി തീർന്ന് ക്രിസ്തുയേശുവിൻ്റെ കൊമ്പുകളായി തീരുവാൻ ഇത് രാത്രി ദൈവം കൽപ്പിക്കാം. നാം ഒലിവ് മരത്തിൻ്റെ കൊമ്പുകളല്ല, നാം ക്രിസ്തുയേശുവാകുന്ന സാക്ഷാൽ മുന്തിരികളുടെ കൊമ്പുകളാണ്. അവയുടെ ചിലതിനെ ഒടിച്ചു കളഞ്ഞ് ദൈവം ഒട്ടിച്ചേർത്തപ്പോൾ വേരിനോട് ഒട്ടിച്ചേർത്തു. അത് പഴയ നിയമത്തിൽ മറവായിരുന്നു, എന്നാൽ പുതിയ നിയമത്തിൽ അത് വെളിപ്പെട്ടു. അത് മുന്തിരിവള്ളിയായി ദൈവത്തിൻ്റെ തോട്ടമായി വെളിപ്പെടുവാനിടയിൽ തീർന്നു. ഇന്ന് രാത്രിയിൽ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മെ ആരോടാണ് ബന്ധിച്ചിരിക്കുന്നത്? വിശുദ്ധമായിരിക്കുന്ന വേരായിരിക്കുന്ന ക്രിസ്തുവിനോടാണോ? ആ ദാവീദിന്റെ വേരായവനെ പഴയ നിയമത്തിൽ അറിയാത്തതുപോലെ ഇന്നും അനേകർക്ക് ഇത് മറഞ്ഞിരിക്കുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ, കർത്താവേ, ഞങ്ങളെ ഫലപ്രദമായിരിക്കുന്ന പിതാവാം ദൈവത്തിന്റെ വിശുദ്ധ പ്രജയായിരിക്കുന്ന ക്രിസ്തുവിനോട് ഒട്ടിച്ചു ചേർത്ത് ഫലപ്രദമായ വേരിന് പങ്കാളികളാക്കി തീർത്ത് നമ്മെ ദൈവം ഫലപ്രദമായ കൊമ്പുകളാക്കി, മുന്തിരിവള്ളിയുടെ കൊമ്പുകളാക്കി മാറ്റിയതിനായി സ്തോത്രം ചെയ്യാം. പഴയ നിയമത്തിൽ ഈ വേര് ചുമന്നത് ഒലിവ് മരത്തെയായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ഈ വേരായവൻ മുന്തിരിവള്ളിയായി പ്രത്യക്ഷപ്പെടുവാനിടയായി തീർന്നു. അതാണ് പുതിയ നിയമത്തിൽ. പഴയ നിയമത്തിൽ അത് ചുമന്നത്, പഴയ നിയമത്തിന്റെ ഒലിവ് മരത്തെയാ ചുമന്നതെങ്കിൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ സന്തോഷിപ്പിക്കുന്നവനാണ്. സകല പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന പ്രമോദമാകുന്ന വീഞ്ഞാകുന്ന ക്രിസ്തുയേശു എന്ന വള്ളിയിലൂടെ, മുന്തിരിവള്ളിയിലൂടെ നമ്മളെ കൊമ്പുകളാക്കി ഫലപ്രദമാക്കി തീർത്ത് പിതാവാം ദൈവത്തിന് ഇഷ്ടമാകുന്ന അവന് പ്രമോദമായി തീരുവാൻ വേണ്ടി നമ്മെ തിരഞ്ഞെടുത്ത ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യാം. പഴയ നിയമത്തിൽ ഒലിവ് മരത്തിന്റെ വേരായിരുന്ന ക്രിസ്തുവെങ്കിൽ പുതിയ നിയമത്തിൽ കഥ പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. നമ്മെ ഒട്ടിച്ചു ചേർത്തിരിക്കുന്നത് പഴയ നിയമത്തിൽ മറിഞ്ഞിരുന്ന ദാവീദിന്റെ വേരായിരിക്കുന്ന സാക്ഷാൽ ക്രിസ്തുവിനോട് കൂടിയാണ്. ആ ക്രിസ്തു പുതിയ നിയമത്തിൽ ഒലിവ് മരമായിട്ടല്ല വെളിപ്പെട്ടത്, അവൻ സാക്ഷാൽ മുന്തിരിവള്ളിയായി പ്രത്യക്ഷപ്പെട്ടു. രാത്രി സന്ദേശം മനസ്സിലാൻ വിചാരിക്കുന്നു. യേശു ക്രിസ്തുവിനെ 5-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നു. ക്രിസ്തു യേശു ആരാധനയ്ക്ക് യോഗ്യനാണെന്നും അവൻ പുസ്തകം തുറക്കുവാനും അത് പൊട്ടിപ്പാനും അവൻ യോഗ്യനാകുന്നു എന്നും വെളിപ്പെടുത്തുന്നതാണ് 5-ാം അധ്യായം. സംശയം കൂടാതെ ക്രിസ്തു യേശു ദൈവമാണെന്നുള്ളത് വെളിപ്പെടുത്തുവാൻ ഈ 5-ാം അധ്യായം പര്യാപ്തമായതാണ്. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളം അനേക സംശയങ്ങളെ മാറുവാൻ ഉതകത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്ത് നമ്മളെ ഫലപ്രദമായ വേരാകുന്ന ദാവീദിന്റെ വേരായിരിക്കുന്ന മറിഞ്ഞിരിക്കുന്ന ഇസ്രായേലിൽ നിന്നും മറിഞ്ഞിരിക്കുന്ന വേരായിരിക്കുന്നവൻ പുതിയ നിയമത്തിൽ അവൻ സാക്ഷാൽ മുന്തിരിവള്ളിയായി തീർന്നു. അതിന്റെ കൊമ്പുകളായി തീരുവാൻ വേണ്ടി ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. വേരായിരിക്കുന്ന ക്രിസ്തുവിൽ പണിയപ്പെട്ട് അവനിൽ വളർന്ന ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നമുക്ക് എത്തിച്ചേരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ വേരായിരിക്കുന്ന ക്രിസ്തു യഹൂദയുടെ സിംഹമാണ്. അവൻ വേരായവനാണ്. അവനാണ് യഥാർത്ഥത്തിൽ സകലത്തിനും കാരണബോധനായവൻ. അവൻ അകത്തും പുറത്തും എന്ന് പറഞ്ഞാൽ ഇരുപക്ഷത്തിനും ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനാണ്. അവൻ മുഖാന്തരമായി നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി ദൈവത്തോട് അടുപ്പിച്ച് ഏറ്റവും അതിശ്രേഷ്ഠമായിരിക്കുന്ന ആ പദവിയിലേക്ക് എത്തിക്കുവാൻ യേശു ക്രിസ്തു മുഖാന്തരം, വിശുദ്ധിയുടെ പ്രമാണം മുഖാന്തരം നമുക്ക് ദൈവകൃപയാൽ സാധിക്കുന്നല്ലോ. പരിശുദ്ധാത്മാവ് നമ്മെ യോഗ്യരാക്കി തീർക്കുന്നല്ലോ എന്നുള്ള സന്ദേശം കൈമാറിക്കൊണ്ട് ഞാൻ ഇന്നത്തെ ഈ പഠന ക്ലാസ്സിന് വിരാമമിടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.